അവൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എല്ലാവരും വിശ്വസിക്കുന്നവരെല്ലാവരും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ കർത്താവെ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ എൻ്റെ മേൽ അവകാശമില്ല. ക്രിസ്തു യേശുവിൽ ഞാൻ ബഹുസമ്പന്നനും സമൃദ്ധിയോടിരുന്ന് നന്മ അനുഭവിക്കും. ദീർഘായുസോടിരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ തിരിച്ചു മുന്നോട്ട് പോകാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്നവർക്ക് നിങ്ങൾ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ സൂം പ്രെയർ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ലിങ്ക് അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പ്രവേശിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലത്തിലും ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ പോവാം. എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ സമയം 9:15 മുതൽ അന്യഭാഷകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്യഭാഷ വരവുള്ളവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്യഭാഷ വരവില്ലാത്തവർക്കും പങ്കുചേരാൻ ആഗ്രഹമുണ്ട്. എനിക്കും ഭാഷാവരം ലഭിക്കുവാൻ ആഗ്രഹമുണ്ട്. ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇത് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചേരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ആത്മാവിൻ്റെ പകർച്ചയുണ്ടാവും. പുതിയ ഭാഷകൾ ലഭിക്കും. പുതിയ അന്യഭാഷാ വരങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. 9:15 സമയമാണ്. പക്ഷെ 9 മണി മുതൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എല്ലാ ദിവസവും നമുക്ക് ആ 9 എന്നുള്ള സമയം 9:15 ഫിക്സഡ് ആണ്. അതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി വരിക. ഞാൻ ആഗ്രഹിക്കുന്ന ആ സമയം മുതൽ നമ്മൾ എപ്പോഴാണോ ആ ഒരു ഓണാക്കുന്നൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് മുതൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് ചില നേരത്തെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ 9:15 നോക്കി നിൽക്കാതെ നിങ്ങളത് ജോയിൻ ചെയ്യുക. എപ്പോഴാണ് അത് ഓണാക്കുന്നത് അത് ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലും നമുക്ക് ബലപ്പെടാം, ശക്തിപ്പെടാം. കർത്താവ് നമ്മളെ എല്ലാവരെയും ഇന്ന് സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആ വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ സകലത്തിലും അത്ഭുതമാക്കുന്ന ദൈവമാണ്. നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാണെന്നുള്ളത് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ഒന്ന് പറഞ്ഞാട്ടെ. വിശ്വാസത്തെ ശാസിക്കുക. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അവിശ്വാസത്തെ അല്ലെങ്കിൽ അവിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ അതിനെ പുറത്താക്കുക, അല്ലെ, ശാസിക്കുക എന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ഒരു വിശ്വാസിയുടെ ഒരു കാറിന് പെട്രോളോ ഡീസലോ എത്രത്തോളം അത് ആവശ്യകതയാണോ അത്രത്തോളം ഒരു വിശ്വാസിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വിശ്വാസം. വിശ്വാസത്തെ തളർത്തുന്നതൊന്നും വിശ്വാസത്തെ കെടുത്തുന്നതൊന്നും നിങ്ങളുടെ ഉള്ളത്തിൽ കയറ്റരുത്. അതിനെ ശാസിക്കുക എന്നുള്ളതാണ് ഇന്നലെ കേട്ടത്. പിന്നെയും നമുക്ക് തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നു മുതലേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. കർത്താവിൻ്റെ കൃപയിൽ എനിക്ക് ടൈമുകൾ കറക്റ്റ് അറിയത്തില്ലെങ്കിലും ഓഗസ്റ്റിൽ സെപ്റ്റംബറിലോ നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും കേരളത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ നമ്മളൊരു പ്രാർത്ഥന വെക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായിലാണ് ഒരു പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങളത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ, സൗദി, മറ്റ് രാജ്യങ്ങൾ, കുവൈറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെയും അതിലേക്ക് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആഗ്രഹമുള്ളവർ പ്രാർത്ഥിക്കുക. ദൈവം വഴി തുറക്കും. ദൂരവാന്ന് പറഞ്ഞിരിക്കാതെ ആഗ്രഹമുള്ളവരെ ദൈവം ഒരുക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ ഇന്ന് നിങ്ങളുടെ ദൈവസന്നിധിയിൽ ഒരു സാക്ഷ്യം കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന്
മുന്നോട്ട് പോകാം. നിങ്ങൾക്കത് കേൾക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രതികരിക്കുക. ഓളി ഞാൻ ജസ്റ്റ് വെക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓഡിയോ ക്ലിയർ ആണോ? ഇത് ഞാൻ ഇതിൽ നിന്ന് കേൾപ്പിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കാം. ബെറ്റ്സി ക്രിസ്റ്റഫർ ആണ്. ഞാൻ ഈ പ്രെയർ മീറ്റിംഗിൽ കയറിയിട്ട് 6 മാസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് എന്റെ താലിമാലയുടെ മിന്ന് കളഞ്ഞു പോയിരുന്നു. അത് ഞാൻ അന്നോട്ടെ അന്വേഷിക്കുമായിരുന്നു. ഇനി തിരിച്ചു കിട്ടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ബെഡിന്റെ അടിയിൽ എപ്പോഴും നോക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പ്രാവശ്യം നോക്കിയിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ ഒരു ദിവസം ഞാൻ ബെഡ് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പൊക്കിയപ്പോഴത്തേക്ക് എൻഡിലിരിക്കുന്നു. അതിന്റെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എന്റെ യേശു കൊണ്ട് വച്ച് തന്നതെല്ലാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ യേശുവിന് 1000 നന്ദി പറയുന്നു. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത് മിറക്കിൾ മണി. ഒരു ദിവസം ഈ നാഗർകോവിലിൽ എനിക്ക് കളക്ടറേറ്റിന്റെ വസ്തുവിന്റെ കാര്യത്തിന് പോകണമായിരുന്നു. അതിന്റെ അടുത്ത ദിവസം എനിക്ക് കൊല്ലത്തിൽ പ്രെയർ മീറ്റിങ്ങിന് വരണമായിരുന്നു. ഇത് രണ്ടിനും എന്റെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് മിറക്കിൾ മണിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രെയർ കഴിഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ മോൻ എന്നോട് വന്ന് ചോദിച്ചു, അമ്മ എന്റെ അക്കൗണ്ടിൽ പൈസ വല്ലതും ഇട്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, അതെന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ വന്നിരിക്കുന്നു. അത് എവിടെ നിന്നാണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എല്ലാ തരത്തിലും അന്വേഷിച്ചു, ഇത് എവിടെ നിന്ന് വന്നു, ആരയച്ചു വന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ യേശു എനിക്ക് തന്ന മിറക്കിൾ പണിയാണ്. പിന്നെ വേറൊരു സാക്ഷ്യം, ഞാൻ എന്റെ ഇടത് തോളിന് ദിവസം ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മോൻ പറഞ്ഞ, അമ്മ ഞാൻ എണ്ണ ഇട്ട് തരാം. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, ഞാനിവിടെ കൈവച്ച് ഞാൻ യേശുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കും, എന്റെ യേശു എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മിനിറ്റ് അവിടെ കൈവച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ എന്റെ ആ വേദന പോയി. എന്റെ ദൈവത്തിന് കൂടി നന്ദി പറയുന്നു. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നി പറയാം. എത്ര പേര് ഈ സാക്ഷ്യം കേട്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സാക്ഷ്യം കേൾക്കാൻ പറ്റി? കേട്ടു. 3 സാക്ഷ്യങ്ങളാണ് 3 സാക്ഷ്യങ്ങളാണ് ഇന്ന് അവിടെ കേൾപ്പിച്ചത്. ആ സഹോദരി അയച്ചു തന്ന സാക്ഷ്യം പറഞ്ഞ ആള് ഇന്ന് സൂമിലുള്ള ആളാണോ? ഇന്ന് അയച്ചു കൊടുത്ത സാക്ഷ്യം സൂമിലുള്ള ആളാണോ? അത് യൂട്യൂബിൽ കാണുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ അയക്കുമ്പോൾ പേരും സ്ഥലവും കൂടെ അയക്കുക. അപ്പൊ എനിക്ക് ചോദിക്കുമ്പോൾ ഇന്ന പേരുകാരിയാണല്ലോ അല്ലെങ്കിൽ ഇന്ന പേരുകാരനാണല്ലോ എന്ന് ചോദിക്കാൻ എളുപ്പമാണ്. സൂമിലുള്ള ആളാണോ? സൂമിലുള്ള ആളാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ പേരും കൂടെ അയക്കുക. ആ സഹോദരി 3 സാക്ഷ്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ സഹോദരിയുടെ ജീവിതത്തിന്റെ അകത്ത് കാണാതെ പോയത്, അതായത് പുള്ളിക്കാരുടെ താലിമാല സിസ്റ്ററുടെ നഷ്ടപ്പെട്ടു പോയി. കുറേ നാളുകൾ അന്വേഷിച്ച് ഏകദേശം 2 വർഷത്തോളം കണ്ടില്ല. പക്ഷെ അത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കണ്ടെത്തുവാൻ കർത്താവ് സഹായിച്ചു. രണ്ടാമതായിട്ട് മിറക്കിൾ മണി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ മിറക്കിൾ മണി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് ഏതൊക്കെ വചനങ്ങളാണ് നമുക്കറിയാം. നിങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യങ്ങൾ. ഇത് എന്തിനാണ് മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ? കുറേ പൈസ അക്കൗണ്ടിൽ വരാൻ വേണ്ടിയല്ല. കർത്താവിൽ നമ്മുടെ ദാരിദ്ര്യം ക്രൂശിൽ യേശു മാറ്റിയത് കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരണം. അത് നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിൽ അത് പ്രഖ്യാപിക്കണം. ഒത്തിരി ആളുകൾക്ക് അത് അവർ പറഞ്ഞ പോലെ അത് അക്കൗണ്ടിലേക്ക് വന്നു. അത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എവിടെ നിന്ന് വന്നെന്ന്. മോന്റെ അക്കൗണ്ടിലേക്കാണ് വന്നത്. ബാങ്കിൽ അന്വേഷിച്ചിട്ട് അവർക്കും അറിയത്തില്ല, പക്ഷെ അക്കൗണ്ടിൽ വന്നു. അങ്ങനെ മൂന്നാമതായിട്ട് സഹോദരിക്കൊരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കി. അപ്പൊ ദൈവം ചെയ്ത സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ഇനിയും സാക്ഷ്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും പറയുക. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ദൈവം വലിയ കൃപകളാൽ നിറയ്ക്കും, വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് നമ്മൾ ഞെരുങ്ങേണ്ട ആൾക്കാരല്ല, നമ്മൾ ഞെരുങ്ങി ജീവിക്കേണ്ട ആൾക്കാരല്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമൃദ്ധിയോടെ ജീവിക്കേണ്ടവരാണ്. നമ്മൾ നന്മകളെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പഠിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, UK നമ്മൾ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ കൃപയാൽ
അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ ഈ മാർച്ച് അവസാനം സൺഡേ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതിൽ തന്നെ ഉണ്ട്. ആഗ്രഹിക്കുന്നവർ അതിൽ പങ്കുചേരുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണല്ലോ. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവാണല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാനും കേൾക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടാം. തുടർമാനമായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ മർക്കോസ് ലീഹായുടെ സുവിശേഷം കേട്ട് വരുന്നു. 16-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ വാക്യം ഇന്നലെ നമ്മൾ കേട്ടു. കർത്താവ് എന്ത് ചെയ്തു? അവർ അവരെ അറിയിച്ചു. അവരുടെ വാക്ക് അവർ വിശ്വസിച്ചില്ല. അവരുടെ അവിശ്വാസത്തെ, ഹൃദയകാഠിന്യത്തെയും കർത്താവ് ശാസിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ ഇത്രയും കേട്ടു. ഇതിൻ്റെ ബാക്കി പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്യമാണ്. കർത്താവ് പിന്നെ പറയുകയാണ്, സുവിശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, പിന്നെ നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി, ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. നോക്കിക്കേ, ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങൾ കേട്ടു. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് കേട്ടു. ഒത്തിരി രോഗസൗഖ്യങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് ഇടയാക്കിയ അനുഭവ സാക്ഷ്യങ്ങൾ, അത്ഭുത സാക്ഷ്യങ്ങളൊക്കെയും നമ്മൾ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ അനുഭവിക്കുവാൻ നമ്മൾ ഇടയായിത്തീർന്നു. ഇതൊക്കെയും കാണാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിച്ചത് കർത്താവിൻ്റെ വലിയ കൃപയ്ക്കാണ്. ഞാൻ ഒരു സാക്ഷ്യവും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണെന്ന് നോക്കണേ. എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ ഓക്കെ, കേട്ടോ. സാറിന്റെ അമ്മയ്ക്ക് തീരെ കാഴ്ച കുറവായിരുന്നു. അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിതുപോലെ കണ്ണിന്റെ പോളകളെ ഉയർത്തി പിടിച്ചു വെച്ചിട്ട് അവരെ നടന്ന് തപ്പിയാ പോകുന്നത്. അത് ഞാൻ കണ്ടു അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഇത് എനിക്ക് വന്നായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അത് നീ വെച്ച് താമസിക്കണ്ട, ഇപ്പൊ തന്നെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് അമ്മ ഇറങ്ങി വന്നപ്പോ ഞാൻ ഇതുപോലെ പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ അതിനകത്ത്. അപ്പൊ ഉടനെ അത് നിങ്ങൾ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ചോദിച്ചു, യേശുവിനെ വിശ്വാസമാണോ എന്ന് ചോദിച്ചപ്പോൾ അവര് എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നോ അവര് ദൈവത്തെ ഇങ്ങനെ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രദറെ. പക്ഷെ അവര് പറഞ്ഞുകൊണ്ടിരുന്നൊന്നും ഞാൻ കേൾക്കാതെ ഞാൻ ഇതുപോലെ അവർക്ക് വേണ്ടി ആ മാതാവിനെ അപ്പന്റെ കരങ്ങളിൽ, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ബ്രദർ പറഞ്ഞ ആ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ തിരുമുറിവിനാൽ ഇപ്പോൾ തന്നെ ആ മാതാവിന് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കണ്ണിന് കാഴ്ച കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രാവിലെയാണ് പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ രാവിലെ ആ അമ്മ അവിടെ നിന്ന് എഴുച്ചു വന്ന പാട് ഞങ്ങൾ കണ്ടായിരുന്നു. ഒട്ടും കാണാൻ വയ്യാതെ തപ്പിയാ വന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയായപ്പോൾ ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു കുട്ടിയുമായിട്ട് അവിടെ പോയിരുന്നു. അവര് കീ വാങ്ങിക്കാനായിട്ടാ പോയ സമയത്ത് ഇതുപോലെ ആ അമ്മയാണെങ്കിൽ രാവിലെ വന്നതുപോലെ അല്ല വൈകിട്ട് വന്നത് ബ്രദറെ. ഞാൻ അവിടെ എൻ്റെ കർത്താവിന്റെ അത്ഭുതം കണ്ടെന്ന് വെച്ചാൽ രാവിലെ വന്നെന്ന് വെച്ചാൽ തപ്പിയാ വന്ന. ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോ അവര് നല്ലതുപോലെ കണ്ണ് പോലും ഈ കണ്ണിന്റെ ഇതുപോലെ പിടിക്കാതെ അവര് നടന്ന് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നോക്കടേ, നോക്ക് ശ്യാമലി, ഇതുപോലെ രാവിലെ വന്നതുപോലെയാണ് ഈ അമ്മ വരുന്നത് എന്നിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ബ്രദറെ. പക്ഷെ അവിടെ അത്ഭുതം ചെയ്തു, എൻ്റെ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ മാതാവിനെ ഇവിടെ വെച്ച് കണ്ടപ്പോ കണ്ണാടി വെച്ച് അടച്ച് വെച്ച് തപ്പി പോയ മാതാവ് കണ്ണ് തുറന്ന് കണ്ണാടി പോലും വെക്കാതെ അതിലെ കൂടെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോ ആ മാതാവ് പറയണം, കണ്ണ് കുറഞ്ഞു, നല്ലവണ്ണം കുറഞ്ഞു. പക്ഷെ അത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി 3-4 ഇഞ്ചക്ഷൻ വെച്ചപ്പോ ശരിയായിരുന്നു.
ഞാൻ അന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ദിവസം ഈ മാതാവ് എന്നെ എൻ്റെ അടുത്ത് പറയുകയാണ്, അത് പിന്നെ കുട്ടിയെ ഇനി എന്ത് ചെയ്താലും ഈ കണ്ണിന് ഒരു കാഴ്ചയും കിട്ടത്തില്ല, കണ്ണ് അങ്ങനെ ആയിപ്പോയി, അതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പോയത്. പക്ഷെ അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോ അവിടെ കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ അത്ഭുതം കണ്ടു. പക്ഷെ അവരെ അംഗീകരിച്ചില്ല ബ്രദറെ. അവര് ഹോസ്പിറ്റലിൽ കാണിച്ചു കുറഞ്ഞു എന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ ഞാൻ എന്റെ കർത്താവിന് ഞാൻ മഹത്വം കൊടുത്തു, നന്ദി പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ കർത്താവിനാൽ അവർക്ക് സൗഖ്യം കിട്ടുന്നു. എന്റെ കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു ബ്രദറെ. അങ്ങനെ സൗഖ്യം കിട്ടിയ ഒരു മാതാവ് ഉണ്ട് ഇവിടെ. പിന്നെ വേറൊരു സാക്ഷി എന്തെന്ന് വെച്ചാൽ, എന്റെ ഹസ്ബൻഡ് ലേണേഴ്സിന് വേണ്ടിയിട്ട് ഒരു 6 വട്ടം പോയിട്ട് അത് കിട്ടിയില്ലായിരുന്നു. കിട്ടാതെ ഇരുന്ന് ഭയങ്കര ഭാരപ്പെട്ടോ. ഒരു കുറച്ച് ഒരു 6 വട്ടം എന്ന് വെച്ചാൽ ഒരു 6 മാസം 2 മാസം ഇടവിട്ട പോകുന്നേ. അങ്ങനെ അതിൽ കുറെ ഭാരപ്പെട്ടപ്പോ ഞാൻ ആ വിഷയം എടുത്ത് ബ്രദർ പറഞ്ഞതുപോലെ ബ്രദർ പറഞ്ഞ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തര സകലത്തിൽ മതിയായെന്നും പറഞ്ഞുകൊണ്ട് ആ വിഷയം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. നന്ദി കർത്താവെ, നമ്മൾ ആ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നില്ല. ഇപ്പോൾ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ പ്രാർത്ഥിച്ച കുടുംബത്തിന് നമുക്കറിയാം, എത്ര ഇഞ്ചക്ഷൻ വെച്ചാലും ആ പറഞ്ഞതുപോലെ തന്നെ കണ്ണ് കാണാൻ പറ്റാതെ കണ്ണാടി വെച്ചിട്ട് പോലും തപ്പിത്തടഞ്ഞു പോകുന്ന ആളായിരുന്നു. പക്ഷേ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആ സഹോദരി എന്ത് ചെയ്തു? സുവിശേഷം കേട്ട് ആ സുവിശേഷത്തിൻ്റെ ബലത്തിൽ പ്രാർത്ഥിച്ചു. ആ മാതാവ് തന്നെ പറഞ്ഞാണ്, ഡോക്ടർ പറഞ്ഞതാണ്, ഇനി ഒരിക്കലും അതിൻ്റെ അകത്ത് കാഴ്ചയൊന്നും ലഭിക്കാൻ പോകുന്നില്ല, ഇതിൻ്റെ അകത്തിനൊരു പ്രവൃത്തി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. അത് കൺഫേം ചെയ്താണ്, ഡോക്ടർ കൺഫേം ചെയ്ത് പറഞ്ഞതാണ്. നമുക്ക് തന്നെ അറിയാം, അത്രയും കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തി പിന്നീട് അത് ലഭിക്കുക എന്നുള്ളത് പ്രായമുള്ള വ്യക്തിക്ക് അത് അസാധ്യമാണ്. പക്ഷേ പ്രിയ സഹോദരി പറഞ്ഞതുപോലെ കണ്ണാടി പോലും വെക്കാതെ വ്യക്തമായിട്ട് നടക്കുവാൻ തക്കോണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി കേട്ടു, 10-12 വർഷമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്ന ആൾക്കാർ കണ്ണാടിയിലെടുത്ത് മാറ്റി പൂർണ്ണമായും കാഴ്ച പ്രാപിച്ച സാക്ഷ്യം കേട്ടു. അപ്പം നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്ന തലങ്ങളാണ് നമ്മൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു ഒത്തിരി ആൾക്കാർക്ക്, ഇന്നലെ മാത്രമല്ല ഒത്തിരി ആൾക്കാർ പറയുന്നു, ഇപ്പോൾ കർത്താവ് അവർക്ക് ദർശനങ്ങൾ തുറക്കുന്നു, അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു അത് മുൻകൂട്ടി കാണുവാനും സംഭവിച്ച കാര്യങ്ങളെ വെളിപ്പെട്ടു വരുവാനും ഒക്കെയും പ്രവചനാത്മാവിലാലും കൃപാവരങ്ങളാലും കർത്താവ് നിറയ്ക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയാണത്. സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ആളുകളെ ചലിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, സുവിശേഷം ശക്തിയാണ്. സുവിശേഷം ഒരിക്കലും വാക്കുകളല്ല, പ്രസംഗ വിഷയമല്ല. സുവിശേഷം ശക്തിയാണ്. ഒരു വ്യക്തി സുവിശേഷം പറയുന്നുവെങ്കിൽ അവൻ്റെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംഭവിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയും, നമ്മൾ സമൂഹത്തെ തൊടുന്നവരാണ്. നമ്മൾ ഒരിക്കലും സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടവരോ തഴയപ്പെടേണ്ടവരോ മാറി നിൽക്കേണ്ടവരോ ഒതുങ്ങേണ്ടവരോ അല്ല. നമ്മൾ ദേശങ്ങളെ പിടിക്കുന്നവരാണ്. സമൂഹത്തെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളവരാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും. നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളുടെ അഭിഷേകത്തിൻ്റെ അടുക്കലേക്ക് ആത്മാക്കളും ലോകവും സകലതും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ഞാൻ പറയാറില്ലേ, ഈ നിങ്ങളുടെ അകത്ത് വലിയൊരു അഭിഷേകം ചലിക്കുന്നതിൻ്റെ അടയാളം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു മനുഷ്യനും പെട്ടെന്ന് നിങ്ങളോട് എന്ത് ചെയ്യും? പെട്ടെന്ന് ദേഷ്യം വരികയും നിങ്ങൾക്കെതിരെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദങ്ങൾ പറയുമ്പോൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ അകത്ത് അഭിഷേകം ചലിക്കുവാൻ ആരംഭിച്ചു. എന്തുകൊണ്ടെന്നാൽ ദുരാത്മാക്കൾക്കോ ദുഷ്ടശക്തിക്കോ നിങ്ങളുള്ളിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അവർ പലപ്പോഴും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതല്ല, അവരിലുള്ള ദുരാത്മാക്കൾ ഇളകുന്നതാണ്. ഉടനെ അവിടെ നിന്നുകൊണ്ട് കൽപ്പിക്കണം, എനിക്ക് വിരോധമായി പൊങ്ങുന്ന സകലത്തെയും, എന്നോട് എതിർക്കുന്ന സകലത്തെയും എൻ്റെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കുന്നെന്ന് വിളിച്ചു പറയണം. സകല അന്തരീക്ഷവും നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് മാറ്റും. അത്ഭുതങ്ങളാൽ കർത്താവ് നിറയ്ക്കും. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സുവിശേഷത്തിൻ്റെ, മർക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുവാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹത്തോടെ തന്നെ എനിക്ക് വന്ന 100-200 മുകളിൽ ആൾക്കാരെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ സന്തോഷം. അന്യഭാഷ വരം പ്രാപിച്ചവരാണത്. കൂട്ടായ്മയിൽ വന്ന് അന്യഭാഷ വരം ലഭിക്കുകയും വളരണമെന്ന് ആഗ്രഹമുള്ളവരാണത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. ടോമസ് ബ്രദർ ലീഡ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെയാണ് പറയുന്നത്. കർത്താവ് അത് വലിയൊരു ആഘോഷം പോലെ തന്നെ നമ്മളെ മുന്നോട്ട്, അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ കാണും കേട്ടോ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണികൾക്ക് വേണ്ടി എന്താണ് ഈ മിറക്കിൾ മണി എന്ന് പറയുമ്പം ആൾക്കാർക്ക് ഒത്തിരി തെറ്റിദ്ധാരണ വരുന്നൊരു വാക്കാണ്. മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കടഭാരത്താൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സങ്കടപ്പെട്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്,
നിങ്ങൾ പ്രാർത്ഥിക്കണം. മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തുറക്കുന്ന വഴി, അല്ലാതെ ലോട്ടറി അടിക്കുന്നത് പോലെ കിട്ടുന്നതല്ല. നിങ്ങളുടെ അവകാശമാണത്. നന്മ നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഇസ്രായേൽ എങ്ങനെയാണ് ഈ സാമ്പത്തിക അനുഗ്രഹത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക അനുഗ്രഹം എല്ലാം കർത്താവ് തരുന്നത് ദൈവനാമഹത്വത്തിന് വേണ്ടിയാണ്. അത് സുവിശേഷത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, സുവിശേഷത്തിന് വേണ്ടിയുള്ളതാണ്. അതെപ്പോഴും ഈ മിറക്കിൾ മണിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതല്ല, പക്ഷെ നിങ്ങളുടെ അവകാശമാണ്. അത് അനുഭവിക്കുക. ആമേൻ. ഞാൻ വേഗത്തിൽ ഈ വചനത്തിലേക്ക് ഒന്ന് പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പം എന്താണ് സുവിശേഷം എന്നുള്ളത് തുടക്കത്തിൽ നമ്മൾ കേട്ടു. മർക്കോസ് ലീഹായുടെ സുഹൃത്ത്, പ്രത്യേകിച്ച് ഇന്നലെ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതും, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് ലീഹ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. സുവിശേഷത്തിന് വലിയ ശക്തിയുണ്ട്. നിങ്ങളൊരു വ്യക്തിയുടെ, ഇപ്പം ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ, കാഴ്ചയില്ലാത്ത ആ കുടുംബത്തിൽ പോയിട്ട് കണ്ണ് കാണാത്ത കണ്ണാടി വെച്ചിട്ട് പോലും തപ്പിത്തടഞ്ഞു നടക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ അവിടെ ഉണ്ടായി, അല്ലെ? പ്രാർത്ഥിക്കുവാൻ അവിടെ പോയി, അവർക്ക് താല്പര്യമില്ലെങ്കിലും ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ ഉണ്ടായപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണ് തുറന്ന സാക്ഷ്യം. ഇതുപോലെ ഒത്തിരി ആൾക്കാർ പലരുടെയും ഭവനത്തിൽ പോയി. നമ്മൾ ഇന്നാൾ എറണാകുളത്ത് ഒരു സഹോദരി വന്ന് സാക്ഷ്യം, എറണാകുളത്താണ് കൊല്ലത്ത് ഞാൻ ഓർക്കുന്നില്ല, ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഉദരത്തിൽ ക്യാൻസർ ആയിട്ട്, അദ്ദേഹം ആലയിൽ ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു, കത്തിയും വാക്കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ക്യാൻസർ നിമിത്തം വെള്ളം പോലും നേരെ ചൊവ്വേ കുടിക്കാൻ പറ്റാത്ത, നല്ല ആഹാരം കഴിക്കാൻ പറ്റാതെ 1 വർഷത്തോളം വീടിൻ്റെ അകത്ത് കയറിയിരിക്കുമായിരുന്നു. ആ ഒരു സഹോദരി സുവിശേഷം കേട്ടു, സുവിശേഷത്തിന്റെ ബലത്താൽ ആ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, യേശു അച്ചായന്റെ ക്യാൻസർ വഹിച്ചു. എത്ര പേര് ആ സാക്ഷ്യം ലൈവിൽ കേട്ടായിരുന്നു? നേരിട്ട് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു, അല്ലാതെ സൂമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ഇത് കേട്ടായിരുന്നു? ഓർമ്മയുണ്ടോ? എറണാകുളത്ത് അല്ലേ? എറണാകുളത്ത്. അപ്പൊ ആ സഹോദരി ആ സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പം അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, 3 നേരം പോലും ആഹാരം തുപേന്നേരം കഴിക്കാൻ പറ്റാത്ത വെള്ളം മാത്രം കുടിച്ചിരുന്നുകൊണ്ടിരുന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു? കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കി. കർത്താവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തെ കൊടുത്ത സാക്ഷ്യം നമ്മൾ കേട്ടു. അപ്പം അവിടെ പറയുകയാണ്, 1 വർഷമായിട്ട് ജോലി ചെയ്യാൻ പോലും പറ്റാതിരുന്ന അച്ചായൻ എന്ത് ചെയ്തു? ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആഹാരം കഴിച്ചു. നല്ല ഒന്നാന്തരം വാക്കത്തി ഉണ്ടാക്കി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. കർത്താവ് അവിടെ പൂർണ്ണ സൗഖ്യമാക്കി എന്നുള്ള സാക്ഷ്യം നമ്മൾ അവിടെ കേട്ടു, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിയുടെ ജീവിതമാണ് മാറി പറഞ്ഞത്. ഒരു 3 നേരം മാത്രം നേരെ ചൊവ്വേ ആഹാരം കഴിക്കാതെ ആ പ്രാർത്ഥിച്ചതിന്റെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ സഹോദരി കഞ്ഞിവെള്ളം എന്തോ കുടിച്ചു. പിറ്റേ ദിവസം പോലെ വ്യത്യാസം കണ്ടു. അവിടെ പൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ ആരോഗ്യത്തോടെ ആ മനുഷ്യൻ ജോലി ചെയ്യും ആലയിൽ. ആമേൻ. ഒന്ന് ആലോചിച്ച് നോക്കി, മരിക്കേണ്ട ഭവനമല്ലായിരുന്നു അത്. ആ വ്യക്തി ആ രോഗത്താൽ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ സുവിശേഷം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അവിടെ പോയി യേശുവിനെ പറ്റി പറഞ്ഞു. കർത്താവ് കാൽവരി ക്രൂശിൽ രോഗത്തെ വഹിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. മരിക്കേണ്ടയാള് ഇന്ന് നാട്ടുകാരെല്ലാം പറയുകയാണ്, യേശു എന്നെ സൗഖ്യമാക്കിയെന്ന്. ക്രിസ്തു വിശ്വാസിയല്ല അദ്ദേഹം, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല. ആ മനുഷ്യൻ യേശുവിനെ അറിയുവാൻ ഒരു വ്യക്തി. ഇതാണ് സുവിശേഷം. ഇത് അറിയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെയും ഞാനെയും ആക്കി വെച്ചിരിക്കുന്നത്. ഇത് അറിയിച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്നും വലിയ പ്രതികൂലം ഉണ്ടാകുമെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ സുവിശേഷം പറയുന്ന ആൾക്കാരുടെ പൂർണ്ണ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കും. ഇതാണ് പ്രത്യേകത. നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷം ചിലരൊക്കെ പറയാൻ പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ പല പ്രാർത്ഥനകളും വെച്ചു, അല്ലേ? കേരളത്തിൽ പല പ്രാർത്ഥന വെച്ചു. 4 പട്ടണത്തിൽ നമ്മൾ പ്രാർത്ഥന വെച്ചു. വലിയ അനുഗ്രഹമാണ്. 4 പട്ടണത്തിൽ 6 ദിവസം, 6 എനിക്ക് തോന്നുന്നൊരു മൊത്തം ഞാൻ വന്നത് 7 ദിവസം 8 ദിവസം കൊണ്ടാണ്. ഈ 7 ദിവസത്തിൻ്റെ അകത്ത് 4 പട്ടണങ്ങളിൽ, തൃശ്ശൂർ, കോട്ടയം, കൊല്ലം,
എറണാകുളം, ഇങ്ങനെ 4 പട്ടണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു? ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കർത്താവിൻ്റെ കൃപയാൽ ആളുകളെ കൂട്ടി വലിയ സുവിശേഷത്തിൻ്റെ വലിയൊരു എന്താ പറയുന്നത് കർത്താവിൻ്റെ ഒരു വലിയൊരു പ്രാർത്ഥന ക്രമീകരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കി. അത് നമ്മൾ കൂടി വരിക മാത്രമല്ല, ആ ഒരു പട്ടണത്തിൻ്റെ അകത്ത് ദുരാത്മാക്കളുടെ തൊടുന്നതായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾ. അത് ഉറപ്പാണ്. കാര്യം സുവിശേഷം എവിടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനെല്ലാം നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ആവശ്യമാണ്. അതെല്ലാം മിറക്കിൾ മണികളാണ് അതിൽ സംഭവിച്ചത്. ഇത്രയും മീറ്റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പ്രാർത്ഥനകൾ, ഇതിൻ്റെ പിന്നിലെ പ്രവർത്തി, ഇതൊക്കെയും മിറക്കിൾ മണി. എന്താണ് മിറക്കിൾ മണി എന്ന് പറഞ്ഞാൽ? ഒരാൾ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറെങ്കിൽ അയാളെ നടത്തുന്നൊരു സ്വർഗമുണ്ടെന്നും അയാൾക്ക് ഉത്തരവാദിത്തോടെ നടത്തുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. മുന്നോട്ടും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് പറയാം? സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം വാക്കല്ല, ശക്തിയാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മശക്തിയുടെ വലിയൊരു പ്രദർശനമാണ് എൻ്റെ പ്രസംഗം, എൻ്റെ സുവിശേഷം. എന്നിട്ട് ഈ സുവിശേഷം പറയുന്ന ആൾക്കാർക്ക് ബൈബിൾ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ നാട്ടിലെ പ്രാർത്ഥനകളിൽ സ്നാന ശുശ്രൂഷയുണ്ട്. ആ സ്നാനം എന്നുള്ളത് കൽപ്പനയാണ്. നിങ്ങൾ സ്നാനപ്പെടണം. സ്നാനപ്പെടുമ്പോൾ ചിലർ വയ്ക്കും, ബ്രദറെ എന്നെ എവിടെ കൊണ്ട് കുഴിച്ചിടും, എന്നെ എവിടെ കൊണ്ട് ഇനി മുന്നോട്ട് നീവിക്കും. ഇതൊക്കെ നിങ്ങൾ മുന്നോട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് അതിൻ്റെ ക്രമീകരണങ്ങളെ ചെയ്യും. ദൈവ കൽപ്പനയാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് യഹൂദന്മാരായ ആളുകൾ, നമുക്കൊക്കെ കുറച്ചും കൂടെ നല്ലൊരു കംഫർട്ട് സോണാണ്, നമ്മളൊക്കെ ഭയങ്കര കംഫർട്ട് സോണിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു യഹൂദ വിശ്വാസി ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് അറിയാവുന്നത്, എനിക്കറിയത്തില്ല ഇന്നത്തെ കാലം. എങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു യഹൂദ മതം വിട്ട് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോയാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അവനെ നോക്കുന്നവൻ, കാണുന്നവൻ, അവൻ്റെ പന്തിയിൽ ഇരിക്കുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്നാണ് അവരുടെ സമൂഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം പത്രോസ് സ്ലീഹ, യോഹന്നാൻ, കർത്താവിൻ്റെ സ്ലീഹമാര് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതോടെ യഹൂദന് അവർ വെറുക്കപ്പെട്ടവരാ. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ ഇനി എവിടെ കുഴിച്ചിടും? പത്രോസ് ലീഹായുടെ വീട്ടുകാർ ചോദിക്കും, നിങ്ങൾ ഇനി മരിച്ചാൽ എവിടെ കുഴിച്ചിടും? നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? നിങ്ങൾ ഇത്രയും വലിയ ചോദ്യങ്ങൾക്കകത്താണ് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കും, എന്നാ സിമ്പിളല്ലേ, യേശു പറഞ്ഞു എല്ലാം വിട്ടേച്ചിങ്ങി വാ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അവർ നിൽക്കുന്ന ഒരു സമൂഹം, അവരെ നോക്കുന്ന ഒരു കുടുംബം. ഈ അബ്രഹാമിനോട് ദൈവം മുന്നമേ പറഞ്ഞതുപോലെ സകലതും വിട്ടേച്ച് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഇതേപോലൊരു വിളിയാണ് കർത്താവ് വിളിച്ചത്. പക്ഷെ ആർക്കും അറിയാത്തൊരു മർമ്മമുണ്ട്. നിങ്ങൾ ഇറങ്ങി കയറിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിലോട്ടാണ്. ഇവിടെ ദൂതന്മാരുണ്ട്, സൈന്യങ്ങളുടെ യഹോവയുണ്ട്, സറാഫുകളുണ്ട്, സകല കെരൂബുകളുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്, പരിശുദ്ധ ആത്മാവുണ്ട്. ഈ ഒരു വീട്ടിലോട്ടാണ് രക്ഷിക്കപ്പെട്ടവൻ കയറുന്നത്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ പ്രവേശിക്കുന്നത് നടുത്തെരുവിലേക്കല്ല, നിങ്ങൾ ഇറങ്ങുന്നത് അനാഥാലയത്തിലേക്കല്ല, നിങ്ങൾ കയറുന്നത് ദൈവത്തിൻ്റെ വീട്ടിലോട്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, രക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ മാത്രം പറ, രക്ഷിക്കപ്പെട്ട ഞാൻ കയറുന്നത് യേശുവിൻ്റെ ഭവനത്തിലോട്ടാന്ന് പറ. ഈ പദവി ലഭിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു സിമ്പലാണ് സ്നാനം. വെള്ളത്തിൽ സ്നാനപ്പെട്ട ഉടനെ രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനം. ജലസ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞില്ലേ, രക്ഷിക്കപ്പെടുക എന്നൊരർത്ഥമല്ല. പലരും ഓർത്തേക്കുന്നത് സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടുക എന്നാണ്. അല്ല, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഇനി എൻ്റെ ജീവിതം യേശുവാണ് എൻ്റെ കർത്താവ്, ഇനി ഞാൻ മറ്റു വിഗ്രഹങ്ങൾക്ക് മുമ്പിലോ മറ്റൊന്നിൻ്റെ മുമ്പിലോ വണങ്ങുകയില്ല, നമസ്കരിക്കുകയില്ല, ഇന്നു മുതൽ എൻ്റെ കർത്തൃത്വം, എൻ്റെ ജീവിതം ഞാൻ യേശുവിനാണ് എന്ന് സമർപ്പിക്കുന്നതാണ് രക്ഷാമാർഗം. ഈ മാർഗത്തിലേക്ക് വന്നവര് ലോകരോട് വിളിച്ചു പറയുകയാണ്, മാനവജാതിയോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ ഭവനം വിട്ട് യേശുവിൻ്റെ കുടുംബത്തിലോട്ട് കയറിയിരിക്കുന്നുള്ളതിൻ്റെ സൈനാണ് സ്നാനം. ഇതാണ് സ്നാനം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം പരിച്ഛേദന എന്ന അടയാളം ശരീരത്തിൽ വെക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേപോലെ ഒരു ഹൃദയ പരിച്ഛേദന അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സിമ്പലാണ് വിശുദ്ധ വെള്ളത്തിലുള്ള സ്നാനം. ആമേൻ. ഇനി വചനം പറയുന്നു, ഇങ്ങനെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ വീട്ടുകാരായിരിക്കുകയാണ്.
ദൈവത്തിന്റെ വീട്ടുകാർ എന്ന് ആലോചിച്ച് നോക്കി, കർത്താവിന്റെ വീട്ടിലുള്ളവർ. ഇനി എന്റെ കൂടെ പറഞ്ഞു, എനിക്കൊരു വിഷയം വന്നാൽ അതെന്റെ വീട്ടിലെ വിഷയമാന്ന് പറ. എനിക്കൊരു വിഷയം വന്നാൽ അതെന്റെ വീട്ടിലെ വിഷയമാണ്. ആമേൻ. ഇതാണ് സുവിശേഷം. നമ്മൾ ഈ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട്, ദൈവത്തിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട്, അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലത്രേ. ഈ പദവി ലഭിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, നമ്മൾ കണ്ടിട്ടില്ലേ ഈ അമേരിക്കയിലും ഒക്കെ ജീവിക്കുന്നവർ, നമുക്കങ്ങനെ ഇന്ത്യക്ക് ഇരട്ട പൗരത്വമില്ല. ഇന്ത്യ മാത്രമല്ല, ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം ലഭിക്കുന്നതല്ല. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 3 പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞു. ശരിയോ തൊട്ട് എനിക്കറിയത്തില്ല. ഇനി 2 പൗരത്വം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ പറയാനിടയാത്ത തീർന്നു, അദ്ദേഹം വേറൊരു രാജ്യത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു രാജ്യത്തിന്റെ അദ്ദേഹം പൗരനായിരിക്കെ മറ്റു രാജ്യത്തിന്റെ ഒരു പൗരത്വം കൂടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നാം ഇന്ത്യൻ പാസ്പോർട്ടിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വത്തിലും ദൈവരാജ്യത്തിന്റെ പൗരത്വം ലഭിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ദൈവരാജ്യത്തിലുള്ളവരാണ്. ഈ രാജ്യത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും ഈ രാജ്യം ലോകത്തിൽ അറിയിക്കുവാനും യേശു വന്നതുപോലെ ബാക്കി യേശു ചെയ്ത അതേ പദവി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നിങ്ങളൊരു വീട്ടിൽ പോയി സുവിശേഷം പറയുമ്പോൾ യേശു ആ വീട്ടിൽ സുവിശേഷം പറയുന്ന പോലെയാ. യേശു പറഞ്ഞു, ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളെ അയക്കുക. കണ്ടോ? അപ്പൊ യേശുവാണ് ഒരു ഭവനത്തിൽ ചെല്ലുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുന്നത്. കണ്ടോ? പദവി മാറിയത് കണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളെ അയക്കുന്നു. എത്ര ഭാഗ്യമല്ലേ! ഏതെങ്കിലും ഒരു പട്ടണത്തിൽ പോയി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാൻ ഭാഗ്യം ലഭിച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആ വഴി നിന്നുകൊണ്ട്, ആ ഹോളിൽ നിന്നുകൊണ്ട്, ആ വീട്ടിൽ നിന്നുകൊണ്ട്, എൻ്റെ യേശുവേ, അങ്ങ് വരേണ്ട സ്ഥാനത്ത് അങ്ങേ പോലെ തന്നെ കർത്താവായ യേശുവേ, അങ്ങ് എന്നെ നിർത്തിയല്ലോ. ആമേൻ. ഇതാണ് ദൈവപ്രവൃത്തിയുടെ അടയാളം. അപ്പൊ ഒരു വ്യക്തി സുവിശേഷം പറയുമ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് പറയുക, സഹോദര, യേശു നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റി, കർത്താവ് നിനക്ക് വേണ്ടിയാ മരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെ യേശു അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ ആ സഹോദരി എന്ത് ചെയ്തു? ആ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നു യൂണിവേഴ്സൽ ഗോസ്പലാണ്, എല്ലാ ദൈവവും ഒന്ന്. അങ്ങനെ ഒരു സുവിശേഷമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സുവിശേഷമല്ല, അങ്ങനെ കൺസെപ്റ്റ് ആൾക്കാരുണ്ട്. എല്ലാ ദൈവവും ഒന്നാണ്. പക്ഷെ ആ വ്യക്തിക്ക് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ഈ സഹോദരി അത് കണ്ടപ്പം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഫിക്സ് വന്നൊരു മനുഷ്യൻ വല്ലാതെ വയലന്റ് ആയിട്ട് വളരെ കടന്ന് ഭാരപ്പെടുവാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ സഹോദരൻ എന്ത് ചെയ്തു? മറ്റൊരു രോഗിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നത്. പക്ഷെ ഇത് കണ്ടപ്പം ഒരു പരിചയമില്ല. അവരോട് ചോദിച്ചു, ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ കേട്ടല്ലോ, ഇന്നലെ വിനിഞ്ഞു വന്ന ആ സാക്ഷ്യം കേട്ടായിരുന്നല്ലേ? ആ സഹോദരൻ പോയിട്ട് ആ വ്യക്തിക്ക് വേണ്ടി 3-4 ദിവസമായിട്ട് വയലന്റ് ആയിട്ട് പേഷ്യന്റ് ആണ്. ഫിക്സ് വന്ന നിമിത്തം അദ്ദേഹം വളരെ പാനിക്കായിട്ട് നിൽക്കുമായിരുന്നു. അദ്ദേഹം വളരെ വയലന്റ് ആയിരുന്നു. എന്നാൽ ഈ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ആ വ്യക്തി സുഖമായി ഉറങ്ങി. പിന്നെ അവിടെ ചെന്നപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ഡിസ്ചാർജ് ആയി. കർത്താവ് വ്യക്തിയെ സൗഖ്യമാക്കി. കണ്ടോ? ഒരു ദിവസം കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി. അപ്പൊ ഓരോ വ്യക്തികളും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണിത്. നിങ്ങൾ ചിന്തിക്കരുത്, സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വീട്ടിലും പോയിട്ട് സഹോദര കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്, ഉടനെ അവർ നിങ്ങളെ ഓടിക്കും, അവർ നിങ്ങളെ ചീത്ത പറയും, അവർ നിങ്ങളെ വല്ലാത്ത രീതിയിലൊക്കെ കാണും. എങ്ങനെ പോകാൻ വേണ്ടി അല്ല സുവിശേഷം. സുവിശേഷം ശക്തിയോടെ പോയി പറയണം. സുവിശേഷത്തിന് ശക്തിയുണ്ട്. സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഞാൻ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ കേരളത്തിലായിരുന്ന സമയത്ത് ഞാൻ നോട്ടീസുമായിട്ട് ഒത്തിരി ഭവനങ്ങളിൽ പോകുമായിരുന്നു. ഒത്തിരി ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്തോട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ, നിങ്ങൾ കണ്ടായിരിക്കും, എറണാകുളത്തുള്ളൊരു ടിനു ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യുമായിരുന്നു, പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്ത് പോകുമായിരുന്നു. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പലയിടങ്ങളിലും പോകുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓരോ ഭവനത്തിലും കയറി ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് പറയും, അവർക്ക് അത് ചിലർ മേടിച്ചിട്ട് പറയും എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഇനി ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയും, ഒരു വാക്ക് ഞാനിന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. വെറുതെ പ്രാർത്ഥിക്കുമല്ല, കർത്താവ് ഈ കുടുംബവുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കണം. ദൈവം ഇടപെടും, ദൈവം സംസാരിക്കും. ഒത്തിരി ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ചുമ്മാ പറയേണ്ടവരല്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ട്, അത് ഉപയോഗിക്കുവാൻ പഠിക്കണം. തകർന്നൊരു ഭവനത്തെ രക്ഷിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും.
ബൈബിൾ പറയുന്നു മരിച്ചവരെ ഉയർപ്പിക്കുവാനും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു ദൈവരാജ്യം പ്രസംഗിപ്പാനും. മത്തായിയുടെ സുവിശേഷം എടുത്തിട്ട് ഞാൻ വേഗത്തിൽ വരാം. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും. അവിടെ പോയി കഥ പറയാൻ വേണ്ടിയല്ല, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ ഇത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെപ്പറ്റിയുള്ള യേശു ക്രിസ്തുവിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ വലിയ പ്ലാനുകൾ ഇതുമായിട്ടാണ് നിങ്ങളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ വെറുതെ കടന്നു പോകുമല്ല. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ നോക്കി, അവർ ഈരണ്ടായിട്ട് കർത്താവ് അയച്ചു. ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുകയും, നോക്കിയേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയും, ഇവിടെ മൂലം വായിക്കാം ഞാൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഏത് പട്ടണത്തിൽ ചെന്നാൽ, നോക്കിയേ, ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യരെന്ന് ആരെന്ന് അന്വേഷിപ്പിൻ, പുറപ്പെട്ട് അവിടെ താമസിപ്പിൻ. നോക്കിയേ, അപ്പോൾ നിങ്ങൾ പട്ടണങ്ങളിൽ പോകണം. നിങ്ങൾ ഈ വചനം നോക്കിയേ, നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോകുമ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് പറയുക, സഹോദര, യേശു നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുമെന്ന് പറയുമ്പം ആ കുടുംബത്തെ സൗഖ്യമാക്കുവാനും ദൈവഹിതപ്രകാരം മരിച്ചതിനെ ഉയർപ്പിക്കുവാനും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനും പിശാചുക്കളെ ഓടിക്കുവാനും മുടന്തനെ തുള്ളിക്കുവാനും കുരുടന് കാഴ്ച കൊടുക്കുവാനും ചെകിടന് കേൾവി കൊടുക്കുവാനും ഊമനെ സംസാരിപ്പിക്കുവാനുമുള്ള അഭിഷേകവുമായിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ് ഞാനൊരു വീട്ടിൽ കയറി ചെല്ലുമ്പം ആ വീട്ടിലെ രോഗികളെ സൗഖ്യമാക്കുവാനും പിശാചുക്കളെ ഓടിക്കുവാനും മുടന്തനെ എണീപ്പിക്കുവാനും ചെകിടന് കേൾവി കൊടുക്കുവാനും ഊമനെ സംസാരിപ്പിക്കുവാനും കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുവാനും വേണ്ടിയാ ഞാൻ പോകുന്നു. പറ ആമേൻ. അവിടെ പോയിട്ട് കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയല്ല. പലരും പോയിട്ട് പറയും, സഹോദര അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. നമ്മൾ അവിടെ പോയിട്ട് ആ വ്യക്തി, പലപ്പോഴും ചില ആൾക്കാരുണ്ട്, ഞാൻ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ഡിമാൻഡ് കാണിക്കരുത് ഒരു മനുഷ്യനും. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കീഴ്പ്പെടേണ്ട വ്യക്തിയല്ല കേട്ടോ. തല കുനിക്ക്, ദൈവരാജ്യത്തിൽ ഒഴികെ, ദൈവസന്നിധിയിൽ ഒഴികെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സുവിശേഷ നിമിത്തം തല കുനിച്ച് കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. നമ്മളാണ് യേശു ക്രിസ്തുവിൽ രാജാക്കന്മാരാണ്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ എവിടെയും പോയി തല കുനിക്കാനുള്ളവരല്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവൃത്തികൾ ചെയ്യും. ദൈവം അത്ഭുതകരമായ വഴികളെ ചെയ്യും. നമുക്ക് നമ്മുടെ ഞാലവഴിയിലെ സൈച്ചാനും ഷിജിസ്റ്ററും ഒക്കെ പ്രേരണുണ്ടോ? കേൾക്കുന്നുണ്ടോ? അവര് സൂമിൽ നിന്ന് കയറിയിട്ടുണ്ടോ? ഉണ്ട്. സൈച്ചാനൊക്കെ ഉണ്ട്. സൈച്ചാനൊക്കെ ഞാലേക്കുഴിയിൽ വീട് വെക്കാൻ നമ്മൾ ഒത്തിരി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളതാ. ഭവനത്തിന്റെ അകത്ത് അവർ വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് പഞ്ചായത്തിലെ ലോൺ പാസ്സാകാതെ വലിയ സങ്കടമായിരുന്നു. കാര്യം പ്ലാനൊക്കെ വരച്ചിട്ട് അവസാനം ലോൺ നോക്കാൻ വന്നയാള് എന്തോ കാര്യം പറഞ്ഞ്, എന്നായിരുന്നു സിസ്റ്റർ എൻ്റെ അല്ലെങ്കിൽ സജിബദർ എന്തായിരുന്നു റിജക്റ്റ് ആയി പോയത്? നമ്മൾ പ്ലാനൊക്കെ വരച്ചപ്പോ എന്തോ കാര്യം പറഞ്ഞ് കുറെ വിഷയം വന്നില്ലേ? അത് ലോൺ പഞ്ചായത്ത് എന്ത് ചെയ്തില്ല, അത് സമ്മതിച്ചില്ല. നമ്മുടെ പ്ലാനില്ല, അവര് വരച്ച പ്ലാൻ പ്രകാരം അങ്ങനെ എന്തോ വിഷയം വന്നില്ല. പ്ലാനുമായിട്ട് അവര് യോജിപ്പില്ലായിരുന്നു. നമ്മുടെ പ്ലാനുമായിട്ട് യോജിപ്പില്ലായിരുന്നു. അത്രയും കിട്ടത്തില്ലായിരുന്നു നമുക്ക്. അവര് 650 പറഞ്ഞ്, നമ്മൾ 1300. കണ്ടോ? അപ്പൊ അവര് പ്ലാൻ ചേരാതെ വന്നു, ഇവര് വരച്ച പ്ലാൻ ചേർന്നില്ല. അപ്പൊ സാധാരണ നാട്ടുകാരെല്ലാം ചെയ്തത് പഞ്ചായത്തിൽ നമ്മളൊരു അപേക്ഷ വെച്ച് പഞ്ചായത്തുകാർ പറയുന്ന ഒരു വീട് വെക്കാനായിരുന്നു അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ വെച്ച പ്ലാനും എന്തൊക്കെയോ കാര്യം കൊണ്ട് അത് ബ്ലോക്ക് ആയിപ്പോയി. വലിയ സങ്കടത്തിലായിരുന്നു. പക്ഷേ ഒത്തിരി സങ്കടത്തോടെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ ആ കുടുംബം വിശ്വസിച്ച്, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കും. അപ്പൊ വീട് പണിയുന്നത് യഹോവയാണ്. ബൈബിൾ പറഞ്ഞ നിനക്ക് വീടല്ല വീടുകൾ തരുമെന്ന് പറഞ്ഞു. അവസാനം പഞ്ചായത്ത് ചതിച്ചു, പഞ്ചായത്ത് ക്യാൻസൽ ചെയ്തു. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കയറി, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒന്നാന്തര ഒരു വീട്, 2 നില വീട്, അതിന് 2 നില വീട്, എല്ലാം കൊണ്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം പഞ്ചായത്ത് കൊടുത്തതല്ല, കർത്താവ്. പഞ്ചായത്ത് റിജക്റ്റ് ചെയ്തുകൊണ്ട് നന്നായി. നമ്മളെല്ലാം എന്ത് ചെയ്തേനെ? കർത്താവിന്റെ പദ്ധതി കാണാൻ കഴിയത്തില്ല. നോക്കി, നമ്മൾ കാണാത്ത പദ്ധതികൾ ദൈവത്തിനുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത പല പദ്ധതികളും ദൈവത്തിനുണ്ട്. അപ്പൊ ചില വഴി അടയുമ്പോൾ വലിയ വാതിലുകൾ തുറക്കാൻ വേണ്ടിയാ ദൈവത്തിന്.
അപ്പൊ ദൈവരാജ്യത്തിന്റെ ശക്തി, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ പ്ലാനുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങിക്കേ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങിക്കേ, ദൈവരാജ്യത്തിന് വേണ്ടി. ബ്രദറെ എനിക്ക് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട് ബ്രദറെ, പക്ഷേ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നൊരു കാര്യം നോക്കിക്കേ, നിങ്ങൾ സുവിശേഷം ഒന്ന് പറ. ഒരു വീട്ടിൽ പോയിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ കർത്താവിന്റെ സുവിശേഷം പറയുന്നുവെങ്കിൽ നിങ്ങളിലൂടെ ആ കുടുംബത്തെ രക്ഷിക്കുവാനുള്ള ദൈവശക്തി ഒഴുകുന്നത് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും പെരയ്ക്കകത്തിരുന്നു കൊണ്ട്, നമ്മുടെ മുറിക്കകത്തിരുന്നു കൊണ്ട്, നമ്മുടെ കണ്ണാടി നോക്കിക്കൊണ്ട് യേശു രക്ഷകന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല, പുറത്തിറങ്ങിക്കേ. 10 പേരോട് പറയണം യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആരെങ്കിലും കളിയാക്കിയാൽ അവിടെ നിന്നുകൊണ്ട് അവകാശം പറഞ്ഞു, ഇന്ന് എന്നെ കളിയാക്കിയവനോട് ഞാൻ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ വേണ്ടി പോവാന്ന് പറയണം. പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അവിടെ നിന്നുകൊണ്ട് തന്നെ പറയണം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമെന്ന് പറയണം. ആമേൻ. ദൈവരാജ്യത്തിന്റെ ശക്തിയെ നമുക്ക് അളക്കുവാൻ കഴിയത്തില്ല. ബൈബിൾ പറയുന്നു ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവിൻ. നോക്കിയേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നില്ല. ഇന്ന് ഞാൻ ഈ വചനം എടുക്കുന്നതിന് മുമ്പ് ഈ സാക്ഷ്യമെല്ലാം കേൾപ്പിച്ചതിന്റെ കാരണം ആ ഭവനത്തിൽ പോയി ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ പറ്റി ഞാൻ പറയുന്നു. നിങ്ങളിൽ അത് ഉണ്ട് ബ്രദറെ. എന്നിലൂടെ വല്ലതും നടക്കുവോ ബ്രദറെ? എന്നെ കൊണ്ട് വല്ലതും നടക്കുവോ? ബൈബിൾ പറയുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ബൈബിളിൽ ഈ വചനം എന്നെ പറ്റിയാന്നുള്ള ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഇത് എന്നെ കുറിച്ചാ പറഞ്ഞേക്കുന്ന വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ സുവിശേഷം പറയരുത്, പോയി സുവിശേഷത്തിന്റെ പ്രവൃത്തികളെ കാണിച്ചു കൊടുക്കുന്നവരാകണം നിങ്ങൾ. ഒരു ഭവനത്തിൽ ചെന്ന ഒരു തകർന്ന വ്യക്തി പറയുക, എന്നാ ചെയ്യാനാ എൻ്റെ സിസ്റ്ററെ, മുഴുവൻ വിഷയങ്ങളാണ്. ഉടനെ അവിടെ പോയിട്ട് പറയരുത് ആ പിശാചിന്റെ പ്രവൃത്തിയാന്ന്, എന്നെ ചെയ്യാനാന്ന് പറയാതെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ എൻ്റെ യേശു എന്നെ അയച്ചിരിക്കുന്നെന്ന് പറയണം. പലരും പോയിട്ട് എന്നാ പറയുന്നറിയാം, എന്നാ ചെയ്യാനാ, സാത്താൻ അത് മൊത്തം ഇങ്ങനെ ബന്ധിച്ച് കുരുക്കി കെട്ടി വെച്ചിരിക്കുക, എന്നാ ചെയ്യാനാന്നേ. ഇത് പറയാൻ വേണ്ടിയല്ല കേട്ടോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് യേശു നിങ്ങളെ ഭവനത്തിലേക്ക് അയക്കുന്നത്. ബ്രദറെ, ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു ബ്രദറെ, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം വിട്ടുകൊടുക്കരുത് കേട്ടോ. കർത്താവ് അയച്ചതാണ് ആ ഭവനത്തിന്റെ മേൽ വിടുതൽ കാണുന്നത് വരെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു സാക്ഷ്യം കേട്ടു, ഒരു സഹോദരി തളർന്നു കിടക്കുന്നതിന്റെ അയൽവക്കത്തെ സുവിശേഷം മുഴുവൻ കേട്ടിട്ട് ശക്തി പ്രാപിച്ചിട്ട് ആ തളർന്നു കിടക്കുന്ന വീട്ടിൽ പോയി ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾ കേട്ടായിരുന്നത്, പക്ഷെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ അമ്മച്ചി എന്ത് ചെയ്തു? അവിടെ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അമ്മച്ചി എണീപ്പിക്കുന്നത് വരെ ദിവസവും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കി, ആദ്യം പ്രാർത്ഥിച്ചു, അമ്മച്ചി അനങ്ങുന്നില്ല. 2-ാം ദിവസം പ്രാർത്ഥിച്ചു, ചലിക്കുന്നില്ല. 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ച് ചലിക്കുന്നില്ല. എന്നാ പിന്നെ പോട്ടെ, നാണക്കേടെന്നവർ വിട്ടുകൊടുത്തില്ല. അമ്മച്ചിനെ എണീപ്പിക്കുന്നത് വരെ എന്ത് ചെയ്തു? പോയി പറഞ്ഞു. ആ വീട്ടിൽ വന്ന സകല തൊഴിലുറപ്പുകാരെ മുഴുവനും പ്രാർത്ഥിച്ച് ഒരു രോഗിക്ക് വേണ്ടി സൗഖ്യത്തെ കാണാനിടയായി തീർന്നു. നോക്കിക്കേ, അപ്പൊ ഇത് സുവിശേഷം കേട്ടവരുടെ അകത്തുണ്ടാകുന്ന ഒരു തീയാണ്. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളം കത്തിയെന്ന് വചനത്തിൽ പറയുന്നില്ലേ? ഇനി നിങ്ങൾ പ്രവചിക്കണം, കറങ്ങി തിരിഞ്ഞ് നിൽക്കരുത്. എല്ലാവരോടും പ്രവചിക്കാനല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കാൻ പോകുന്നെന്നും മുൻകൂട്ടി കർത്താവ് അത് അറിയിച്ചു തരും. നമ്മൾ എത്രയോ സാക്ഷ്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എത്രത്തോളം നമ്മുടെ ഭവനത്തെ, ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു ഇന്ദിരാനഗർ എന്നുള്ള ഒരു വീട്ടുപേര് കഴിഞ്ഞ ദിവസം, വീട്ടുപേരല്ല, റോഡ് കർത്താവ് വെളിപ്പെടുത്തിയിട്ട് ഇന്ദിരാനഗറിന്റെ ഇരുവശത്തുമുള്ള ഭവനത്തിന്റെ അകത്തുനിന്നും വലതുവശത്തെ 4-ാമത്തെ വീടുമായിട്ട് ഈ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരു കണക്ഷനെ കർത്താവ് കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഇന്ദിരാനഗറിലാണ് മോന് വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി പോയത്, ഈ 4-ാമത്തെ വീട്ടിലെ കൊച്ചിനെയാണ് കണ്ടത് എന്ന് ഓർക്കുന്നുണ്ട്. എത്ര പേര് അത് കേട്ടായിരുന്നു ആന്റി സാക്ഷ്യം പറഞ്ഞത്? അപ്പം ആന്റി പറയുന്നുണ്ട്, എനിക്ക് ഒരു ദൈവവൈതലായ ഒരു കുടുംബത്തിൽ നിന്ന് കെട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് കർത്താവിന്റെ ഹിതമാണെന്ന് അറിയത്തില്ല. ഇവർ പെണ്ണ് കാണാൻ പോയത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവർ ഇന്ദിരാനഗറിലാണോ പോയത് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ആരും പറയുന്നല്ലോ. ബ്രദറെ, ഞങ്ങൾ ഇന്ന് ഇന്ദിരാനഗറിൽ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നു, അതിന്റെ ഇരുവശത്തും വീടുണ്ട്, അവിടുത്തെ 4-ാമത്തെ വീട്ടിൽ കയറി പെണ്ണ് കാണാൻ പോവാന്നൊന്നും ആരും എന്ത് ചെയ്യത്തില്ല. പറയുവോ? നിങ്ങൾ പറയുവോ? നിങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും ബ്രദറിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുവോ? ഇല്ല. നിങ്ങളിനി ഈ കാണുന്ന 600 പേരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവോ? അവരെന്ത് ചെയ്യുന്നു? ഇതെല്ലാം ബ്രദറിനെ അറിയിക്കാൻ വേണ്ടി ബ്രദർ വല്ലവരെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, ഉണ്ടോ?
ഇല്ല 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 ഇല്ല. പക്ഷെ സുവിശേഷത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്റെ മേലോ നിങ്ങളുടെ മേലോ തുറന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത നിങ്ങളുടെ ഭാരങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ആ സഹോദരി ആഗ്രഹിച്ചിരിക്കുകയാണ് നല്ലൊരു മകന് വേണ്ടി കുടുംബജീവിതം. പക്ഷെ കർത്താവ് എത്രത്തോളം, ഞാനിത് ആ പ്രവചന ആലോചന ഞാൻ അതിശയിക്കുവാണ്, കർത്താവിനെ സ്തുതിക്കുവാണ്. കാരണം നമ്മുടെ കൺഫ്യൂഷനുകളെ പോലും ദൈവം അത്ഭുതമാക്കി മാറ്റും. അവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ആ സ്ഥലത്തിന്റെ പേര് ദൈവാത്മ വെളിപ്പെടുത്തി. അത് മാത്രമല്ല, ആ ഇരു കരയിലും അപ്പുറം ഇപ്പുറം വീടുണ്ട്. അവർക്ക് 4ാമത്തെ വീട്ടിലാണ് അവർ പോയതെന്ന് പോലും കർത്താവ് അത് വെളിപ്പെടുത്തി. അങ്ങനെ ഒത്തിരി നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതല്ലേ. കണ്ടോ, ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. മറ്റുള്ളവരെ കർത്താവിലേക്ക് അവരുടെ ജീവിതത്തിൽ തകർന്ന അവസ്ഥകളെ പണിതെടുക്കുവാനും അവരെ നയിക്കുവാനും ഒക്കെയും കൃപാവരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് നിങ്ങളുടെ മേൽ, ബ്രദറിന്റെ മേൽ മാത്രമല്ല നിങ്ങളുടെ മേലും ഇട്ടിരിക്കുക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ മേലും ഉണ്ട്. അത് ആഗ്രഹിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് ഒന്ന് ചാടി പിടിച്ചതൊക്കെ. ആമേൻ ആമേൻ. എന്റെ മേലും ഉണ്ട്. മേലും ഇട്ടിരിക്കുന്ന ആമേൻ. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. പെരക്കകത്ത് കയറി ഇരിക്കരുത്. ആ ബ്രദർ വന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ എന്നിട്ട് വല്ലതും നടക്കുവാന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ ഇറങ്ങി ആ റേഷൻ കടയിൽ പോകുമ്പോൾ ആ കൂടെ യാത്ര ചെയ്യുന്ന കൂട്ടുകാരി പറയുക, എൻ്റെ മോൻ ഭയങ്കര വിഷയത്തിലൂടെ കടന്നു പോവുക. ഓ നേരാണോ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയം യേശു അത്ഭുതം ചെയ്യും. അപ്പോസ്തലന്മാർക്ക് എന്നെ വിഷയമില്ലാഞ്ഞിട്ടാണോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടാത്ത പത്രോസ്ലീഗയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ മീൻ പിടിച്ച് വിറ്റിട്ട് വേണം ചിട്ടിപ്പൈസ അടയ്ക്കാൻ. ഞാനൊരു നാട്ടിൽ ഉദാഹരണം പറയുക കേട്ടോ. കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ, കൊച്ചിന്റെ ഫീസ് അടയ്ക്കണം. അമ്മായിയമ്മയുണ്ട്, കുടുംബമുണ്ട്, വലിയ പ്രാരാബ്ധമുള്ള ആളാ. ഈ പ്രാരാബ്ധക്കാരനോടാ യേശു പറഞ്ഞത്, ഈ വള്ളവും വലയൊക്കെ എറിഞ്ഞുകളാ. കണ്ടോ, ഇത് വിറ്റിട്ട് വേണം ജീവിക്കാൻ. ഇങ്ങനെ അല്ലാതെ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ട് പൈസ മൊത്തം നിറഞ്ഞിരുന്നിട്ട് റിലാക്സ് ചെയ്യുന്ന പത്രോസ്ലീഹായിനെ അല്ല കർത്താവ് വിളിച്ചത്. കടഭാരമുള്ള, ഞെരുക്കമുള്ള, പ്രാരാബ്ധമുള്ള ഈ മനുഷ്യനോടാണ് കർത്താവ് പറഞ്ഞത്, ഉള്ളതും കൂടെ കളഞ്ഞിട്ടെങ്കിൽ വാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളാണ് എന്നാ ചെയ്താൻ, എൻ്റെ ദൈവമേ ആകെയുള്ള സമ്പാദ്യവാ. നമ്മൾ പറയും, കർത്താവെ പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല, ഞാൻ ജീവിക്കുന്നത് തട്ടിമുട്ടിയാ. പത്രോസ്ലീഹ അത് വിട്ടു. പത്രോസ്ലീഹ ചോദിച്ചു, കർത്താവ് എല്ലാം വിട്ട് ഞങ്ങളുടെ പുറകെ വന്നാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? കണ്ടോ, അപ്പൊ ദൈവരാജ്യത്തെ പറ്റി യേശു പറഞ്ഞുണ്ട്, എന്റെ നിമിത്തം വീടോ നിലമോ കുടുംബമോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെയോ എന്ത് നഷ്ടപ്പെടുത്തിയാലും ഈ ലോകത്തിൽ, പലരും പറയാറില്ല വാക്ക്, പലരും പറയും നിത്യതയിൽ നമുക്ക് സേവിങ് ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തും. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? എങ്ങനെയാണ് ഈ ഭൂമിയിൽ അത് കിട്ടുന്നെന്നുള്ളത് പറയാൻ അറിയാത്തത് കൊണ്ട് പലരും നേരെ നിത്യതയിൽ പോകും. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ ഭൂമിയിൽ എങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് അറിയണം. ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയാൽ എന്തൊക്കെ ദൈവരാജ്യ നിമിത്തം നഷ്ടപ്പെട്ടോ അതിന്റെ ഇരട്ടി കർത്താവ് തന്നിരിക്കും. ഒന്ന് വെച്ചാൽ രണ്ടെന്ന് പറയുന്ന പരിപാടിയല്ല. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇത് നിങ്ങളുടെ അവകാശങ്ങൾ തുറന്നു വരുന്ന വഴികളാണ് ഞാൻ ഈ പറയുന്നത്. സുവിശേഷം അറിയിക്കണം. അയ്യോ ബ്രദറെ, ഞാനേ വലിയ വിഷയത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സൂം പ്രെയർ പലതവണ നിർത്തിയിട്ട് പോയി. എനിക്ക് ഒരു ദിവസം പ്രസംഗിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അറിയോ, ഞാൻ ഓർത്ത് ഇന്നത് ഇല്ലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ഓർത്തുപോയ കാര്യം. എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട്, ഇന്ന് കർത്താവെ ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച്, എൻ്റെ വാഗൊണ്ട് ഞാൻ പറയത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ മനസ്സ് ചിന്തയുണ്ടായി. ഇതൊന്ന് കാര്യം എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥയുണ്ടായി. പക്ഷേ അതിൻ്റെ അകത്ത് കർത്താവ് എന്നെ ബലപ്പെടുത്തി. അത് ഓണാക്കിയ ഉടനെ ഞാൻ പറഞ്ഞു, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. എന്താ സംഭവിച്ചെന്നറിയാവോ? ഞാൻ നിങ്ങളോട് അത്ഭുതത്തിന്റെ സമയം എന്ന് പറഞ്ഞപ്പം ഞാൻ ഭാരപ്പെട്ട വിഷയത്തെ യേശു കൈകാര്യം ചെയ്തു. കണ്ടോ, ഞാനിത് ഓഫ് ചെയ്ത് പെരക്കാത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ എൻ്റെ വിഷയം എന്നെ വിഴുങ്ങിയേനെ. പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ഏതിനോട് തോൽക്കുന്നു, നിങ്ങൾ അതിന് അടിമയാന്നാ പറയുന്നത്. പക്ഷെ കർത്താവ് എനിക്കൊരു ബലം നൽകി, സുവിശേഷത്താൽ ഒരു ബലം നൽകി. ആ ബലത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം നിങ്ങളോട് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം കർത്താവിന്റെ കാര്യമായി. ആമേൻ. അപ്പൊ സുവിശേഷം പറയണം കേട്ടോ. രക്ഷിക്കപ്പെട്ട ആൾക്കാർ പെരക്കകത്ത് കയറിയിരിക്കരുത്. ബ്രദർ എവിടെന്നെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ചാടി കൈ വെച്ചോണം. നിങ്ങൾ അങ്ങനെ വെക്കുന്നവരാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. ഇനി വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടം. നെകളിക്കരുത്. ആദ്യം ഞാൻ പറയുക കേട്ടോ. കുറെ കഴിയുമ്പോൾ നമുക്കൊരു നെകളം കയറും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതം നടക്കുന്നു. അപ്പം ഞാൻ ആരായി? ഞാൻ യേശുവിനേക്കാളും വലിയ ആളായി. ബ്രദറിനോട് ഇനി പോകാൻ പറ, എൻ്റെ ആവശ്യം. കീഴ്പ്പെടുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം കേട്ടോ. സുവിശേഷം പഠിപ്പിക്കുന്നവരെ, അഭിഷക്തന്മാരെ നിങ്ങൾ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കുക എന്നുള്ളതല്ല, അവരെ ബഹുമാനിക്കാൻ പഠിക്കണം.
ഇത് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നതാണത് ഓർത്തോണം. നമ്മുടെ അകത്ത് നെകളം കയറി. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളിലൂടെ മരിച്ച ഡെഡ് ബോഡികൾ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളിലൂടെ കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നടക്കും. മുടന്തനായവർ സൗഖ്യമാകും, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കും, കേൾവിയില്ലാത്തവർ കേൾവി ഉണ്ടാകും. ഇന്ന് ശരീരത്തിന്റെ അകത്ത് ദുർഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. നെകളിക്കരുത് കേട്ടോ, ഇത് കൃപയാണ്, ദാനമാണെന്ന് മറക്കരുത്. ഞാൻ 2012 മുതൽ കർത്താവിന്റെ കൃപയാൽ ഈ 25 വരെ സുവിശേഷം പ്രസംഗിക്കുവാനും പലയിടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് പോകുമ്പോഴും എൻ്റെ ഉള്ളത്തിൽ എന്നോട് തന്നെ നമ്മുടെ ഉള്ളത്തിൽ വരുന്നൊരു ചിന്ത, ഇത് കൃപയാ കേട്ടോ, ഇത് കൃപയാ കേട്ടോ, ഇതൊന്നും അർഹിക്കുന്ന ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. ദൈവം ദാനമായി തന്നതാണ്, ദൈവം ദാനമായി തന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം ദാനമായി തന്നതാണെന്ന് മറക്കരുതേ. അപ്പം നെകളിക്കാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല, കർത്താവിന്റെ കൃപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിയുടെ തകർന്ന ഭവനത്തെ രക്ഷിക്കുവാൻ, ഒരു വ്യക്തിയുടെ ആ ക്യാൻസർ രോഗി സൗഖ്യമായപ്പോൾ ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, അദ്ദേഹം സ്റ്റൊമക്കിന്റെ അകത്ത്, സ്റ്റൊമക്കിലല്ല, എനിക്ക് വന്ന് ലുക്യൂമിയ മറ്റൊന്ന് ക്യാൻസർ ആയിരുന്നു എനിക്ക് തോന്നുന്നത്, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. സാക്ഷി എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ടത്. അപ്പൊ ആ സഹോദരി പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കി. ആ മനുഷ്യൻ ആഹാരം കഴിക്കാതെ മരണത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക, കഴിച്ചാൽ അപ്പം ഛർദ്ദിക്കും. എന്തോ ഒരു അവസ്ഥയല്ലേ. മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന മനുഷ്യന് വേണ്ടി കർത്താവിന്റെ സുവിശേഷം അറിയിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹം സൗഖ്യമാകുക മാത്രമല്ല, അദ്ദേഹം മരിക്കേണ്ട സ്ഥാനത്ത് ജീവനിലേക്ക് മടങ്ങി വന്നു. ഇതാണ് സുവിശേഷം. ഇത് പറയേണ്ട ആൾക്കാർ ഇപ്പൊ പെരയ്ക്കകത്ത് സ്വന്തം പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുക. പുറത്തിറങ്ങ്, സ്വന്തം പ്രശ്നം യേശു മാറ്റിക്കോളും, നിങ്ങളുടെ പ്രശ്നം കർത്താവ് മാറ്റിക്കോളും. ചിലർ പറയും, ബ്രദറെ എൻ്റെ പ്രശ്നമെല്ലാം തീർന്നിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങാം. പെൻഷൻ ആയാലും അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഏതിനോട് പരാജയപ്പെടുന്നു അതിന് നിങ്ങൾ അടിമയായി തീരും. ഞാൻ ഒന്നിനും അടിമയല്ല. ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുമ്പം എൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിന് അറിയാം. എൻ്റെ കൂടെ പറഞ്ഞാൽ എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ കർത്താവിന് അറിയാമെന്ന് പറ. എന്റെ കാര്യം നോക്കാൻ എന്റെ കർത്താവിന് അറിയാം. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പം, സ്നാനപ്പെട്ട് കഴിയുമ്പം നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടാകുന്ന ചിന്ത ഇതാണ്, അയ്യോ എവിടെ കുഴിച്ചിടും, ചത്താൽ എവിടെ കുഴിച്ചിടും, പിള്ളേരുടെ കാര്യം എന്താവും? എൻ്റെ പ്രിയരെ, നിങ്ങൾ യേശുവിനെ കർത്താവിന് സ്വീകരിച്ച് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രാക്ടിക്കലായി ചിന്തിക്കാൻ നടക്കരുത്. ദൈവരാജ്യത്തിൽ വന്നിട്ട് ഈ പ്രാക്ടിക്കൽ ചിന്തിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. സുവിശേഷത്തിന്റെ അകത്ത് വന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുക ഏറ്റവും വലിയ ബുദ്ധിഹീനത നിങ്ങളാ. ഉദാഹരണം ഞാൻ പറയാം. കർത്താവിന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം, ഞാൻ സമയം മുന്നോട്ട് ഒത്തിരി പറക്കുക കേട്ടോ, പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ബാക്കി നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി, കർത്താവ് പറയുകയാണ്, മടിശീലയിൽ പൊന്നും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് പത്രോസ്ലീഹായോടും യോഹന്നാനോടും ഒക്കെ കർത്താവ് പറഞ്ഞേക്കുന്നത് ആ യെരുശലേമിൽ നിന്ന് ബസ് കയറിയിട്ട് ആ ശമരിയ വരെ പോകുന്ന കഥയാണോ പറയുന്നത്? ആണോ? ഒന്ന് പറഞ്ഞേ. യെരുശലേമിൽ നിന്ന് ശമരിയെ പോകുന്ന കാര്യമാണോ പറയുന്നത്? മർക്കോസിൽ പറയുന്നു ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണം. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകണമെങ്കിൽ എന്തോരം പൈസ നമുക്ക് വേണം. നമ്മൾ തുടക്കത്തിൽ ഒരു സാക്ഷ്യം കേട്ടില്ല, ഞാൻ അതിലോട്ടൊന്ന് മടങ്ങി വരാൻ വേണ്ടി പോവാണേ. ആ സഹോദരി പറഞ്ഞു കേട്ടില്ലായിരുന്നു, കൊല്ലത്തോ എനിക്ക് വന്ന പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വണ്ടിക്കൂലി ഇല്ല. വണ്ടിക്കൂലി ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, മിറക്കിൾ മണി, കർത്താവ് എനിക്ക് വണ്ടിക്കൂലി വേണം. ഉടനെ മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി എൻ്റെ അക്കൗണ്ടിൽ വല്ല പൈസ ഇട്ടോ? ഇല്ല. തിരക്കി നോക്കിയപ്പോൾ എന്തോ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിട്ടും ഇല്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ അക്കൗണ്ടിൽ മിറക്കിൾ പണി. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടിയാ, സുവിശേഷത്തിന് വേണ്ടിയാണ് തുറന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കർത്താവിന്റെ ശിഷ്യന്മാരെ ദൈവം അയക്കും പറയുകയാണ്, നിങ്ങൾ മടിശീലയിൽ പൊന്ന് വെള്ളി, എൻ്റെ അർത്ഥം സ്വർണ്ണമാല ഇടരുന്ന ആശയമല്ല. അന്നത്തെ കാലത്തെ നമ്മുടെ ഇന്നത്തെ പോലത്തെ കറൻസി പോലത്തെ ക്രയവിക്രയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പൊന്നും വെള്ളിയൊക്കെ. അതുകൊണ്ടാണ് ആ ഒരു ഭിക്ഷക്കാരോട് പറഞ്ഞിരിക്കുന്നത്, പൊന്നോ വെള്ളിയോ എനിക്ക്, എൻ്റെ അർത്ഥം സ്വർണം കൊടുക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രയവിക്രയത്തിന് വേണ്ടിയുള്ള കറൻസി ആയിരുന്നു ഈ പൊന്നും വെള്ളിയൊക്കെ, ചെമ്പുമൊക്കെ. അപ്പൊ പറയുകയാണ്, നിങ്ങളുടെ മടിയിൽ ഇതൊന്നും എടുക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊന്നും എടുക്കാതെ എങ്ങനെയാ കർത്താവെ ഞങ്ങൾ ഇനി ഇത്രയും ഭൂലോകം വരെ പോകേണ്ടത്? ഇവിടെയാണ് സുവിശേഷത്തിന്റെ ശക്തി. കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുവാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ ഏത് ബുദ്ധിമുട്ടും യേശു അത്ഭുതമാക്കി മാറ്റും. നമ്മൾ പലപ്പോഴും ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആരെങ്കിലും ഒക്കെ. അതിന്റെ അർത്ഥം കർത്താവിന്റെ സുവിശേഷം ചെയ്യുന്നവൻ ചെരുപ്പില്ലാതെ നടക്കണം,
കർത്താവിൻ്റെ സുവിശേഷം പറയുന്നവൻ മുഷിഞ്ഞ വസ്ത്രം നടക്കണം, അവൻ ഉടുപ്പില്ലേലും കുഴപ്പമില്ല, അവന് വസ്ത്രമില്ലേലും കുഴപ്പമില്ല. എൻ്റെ അർത്ഥം ഒന്നേ ഉള്ളെങ്കിൽ അത് മതി എന്നൊരർത്ഥമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട, നിങ്ങളായിട്ടൊന്നും എടുക്കണ്ട, നിങ്ങളുടെ ആയിട്ടൊന്നും സേവ് ചെയ്യണ്ട. സ്വർഗത്തിലെ ധനം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. ഇത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് തയ്യാറായിക്കേ. ഇത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒന്ന് മെനക്കെട്ടൊന്ന് ഇറങ്ങിക്കേ. മെനക്കെടുക എന്നുള്ള വാക്ക് ഞങ്ങളുടെ നാട്ടിൽ വലിയ കുഴപ്പമില്ല, നിങ്ങളുടെ നാട്ടിൽ വേറെന്തെങ്കിലും അർത്ഥമാണെങ്കിൽ ക്ഷമിക്കണം. ഒന്നൊന്ന് ഇറങ്ങി നോക്കിക്കേ, നിങ്ങളൊന്ന് പ്രയത്നിച്ചേ. കർത്താവിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടി ഒരു ധൈര്യം കാണിച്ച് ബ്രദർ വന്നിട്ട് എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുന്നത് പ്രാക്ടിക്കലാണ്. ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ പട്ടണത്തിൽ വന്നിട്ട് ബ്രദർ എല്ലാ ദിവസവും അയൽവക്കത്തുള്ള വീട്ടിൽ കയറിയിട്ട് യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് പറയുന്നതാണോ എളുപ്പം? നിങ്ങൾ പോയി പറയുന്നതാണോ? നിങ്ങൾ പോയി രോഗിയെ സൗഖ്യമാക്കുന്നതാണോ? നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുന്നതാണോ? നിങ്ങൾ പോയി മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണോ? ഏതാണ് എളുപ്പം? ഒന്ന് പറ, ഏതാ എളുപ്പം? നിങ്ങൾ പോയി പറയണമെന്നല്ല, നിങ്ങൾ പോയി ദൈവപ്രവൃത്തിയെ തുറക്കുന്നവരാകണം. കർത്താവ് നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ആളുകളുടെ മേൽ കർത്താവ് ആ കൃപാവരങ്ങളെ തുറന്നത് ഈ ദിവസങ്ങളിൽ കേട്ടു. ദർശനങ്ങൾ കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവചിക്കുന്നതായി കർത്താവ് നിങ്ങൾ ഉപയോഗിക്കുന്നതായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞു, നെകളിച്ചു പോകരുതേ. കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു സൂപ്പർ സ്റ്റാറിനെ പോലെ ആകും. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു കിട്ടാക്കനി പോലെ ആയിത്തീരുമ്പോൾ നെകളിക്കല്ല്, പുകഴുവാനൊന്നുമില്ല. കൃപയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയാണ് കേട്ടോ. കാര്യം എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് വെച്ച് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്നെ ഇടിക്കാത്തതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഒന്നും തള്ളുമായിരുന്നു. കാരണം അതൊരു അഭിഷേകമാണ്. ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാനും ഒരു വാക്കൊന്ന് കർത്താവിൻ്റെ ആലോചന കേൾക്കുവാനും ദൈവം ഉപയോഗിച്ചല്ലോ, ദൈവം അഭിഷേകം ചെയ്തല്ലോ. ആ അഭിഷേകമാണ് നിങ്ങളെ സ്പർശിക്കുന്നത്. അതുപോലെ നിങ്ങളെയും അനേകരെന്ത് ചെയ്യും? അടുത്തേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യരുത്? ഞാൻ വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ട് സിംഹാസനത്തിൽ കയറി ഇരിക്കരുതേ. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയാണ്. കർത്താവ് ദൈവം നിങ്ങളെ അതേപോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഈ പ്രാർത്ഥനാ യോഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് ഈ പ്രാർത്ഥന പിടിക്കാത്തതിൻ്റെ കാരണം അവർക്ക് ആ വിളിയില്ലാത്തത് കൊണ്ടാണ്. അവരുടെ വിളി വെറുതെ നടക്കുന്നതാണ്. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കണമെന്നൊരു ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ ചാടി കയറിക്കണം. മനസ്സ് പറയും, ഓ എന്നെ കേൾക്കാനാ, ഇതൊക്കെ നമ്മൾ എന്തോരം കേട്ടതാ ഇങ്ങനെ. പക്ഷേ അങ്ങനെയുള്ളവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തോ ഒരു കുഴപ്പമുണ്ട്. കാര്യം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടാൽ ദൈവരാജ്യത്തിൻ്റെ പകർച്ച ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ആ പകർച്ച നിങ്ങളുടെ മേലുണ്ട് കേട്ടോ. സുവിശേഷം അറിയിക്കണം, ദൈവരാജ്യം പോയി പറയണം. ഒരു കുടുംബത്തിൽ കയറിയിട്ട് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോകാതെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയണം. അവരോട് ചോദിക്കും, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ രോഗി ഉണ്ടെങ്കിൽ ഒന്ന് തപ്പിപ്പിടിച്ച് ഒന്ന് കൈവച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു നിങ്ങളുടെ രോഗത്തെ വകച്ചെയ്യോ ബ്രദർ, നാണക്കേട, സൗഖ്യമായില്ല, എന്നാ ചെയ്യും? ആ ചിന്ത എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് പറയണം, എപ്പോഴാണോ ഞാൻ ഈ ഭവനത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ മനസ്സിനോട് പറയണം, യേശു സൗഖ്യമാക്കി. മനസ്സ് പറയും, ഓ ഒന്നും നടന്നില്ല, പറയണം യേശു സൗഖ്യമാക്കി. പിന്നെ മനസ്സ് പറയും, ഒന്നും നടന്നില്ല, അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. കാര്യം ഞാൻ വന്നതല്ല, യേശു വന്നതാണ് ഈ ഭവനത്തിൽ. കർത്താവ് പറഞ്ഞു, എന്നെ പറഞ്ഞേക്കുന്നത്, ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് നിങ്ങളെ അയക്കുക. കണ്ടോ, ഞാനൊരു വീട്ടിൽ പോയി യേശുവിനെ പറയുമ്പോൾ യേശു വന്നിരിക്കുക ഭവനത്തിൽ. യേശു ക്രിസ്തു എന്നെ അയച്ചിരിക്കുകയാണ്. കർത്താവ് എന്നിലൂടെ ആ ഭവനത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. നന്ദി പിതാവേ. അപ്പം നമുക്ക് തുടർച്ചയായിട്ട് ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമുക്കിന്ന് പിന്നെയും കേൾക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കേൾക്കാം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം അനുവദിച്ചാൽ ഓഗസ്റ്റിലായിരിക്കും. പ്രാർത്ഥിക്കുക. പട്ടണങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഇന്ന് മുതലേ പ്രയത്നിക്കുക. സുവിശേഷം പറയുന്നത് എന്തിനാണെന്ന് അറിയാവോ? സുവിശേഷം പറയുന്നത് മതം വളർത്താനല്ല, ബ്രദറിൻ്റെ കൂട്ടായ്മ വളർത്താൻ വേണ്ടിയല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവഹിതമുള്ളവരെ ഇതിൻ്റെ അകത്ത് നിൽക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുള്ളവർക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത ഒന്നും നിൽക്കത്തില്ല. എനിക്കിവിടെ ആളെ കൂട്ടുന്ന പരിപാടിയില്ല. ആള് കൂടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. സുവിശേഷത്താൽ കുടുംബങ്ങൾ വിടിവിക്കപ്പെടണം.
വരാൻ പോകുന്ന കർത്താവ് എന്നെ ഈ ദിവസങ്ങളിൽ ചില പട്ടണങ്ങളെപ്പറ്റി ദൈവം ദർശനം കാണിച്ചിട്ടുണ്ട്. ചില പട്ടണങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 56ഓളം ആളുകളെ ടീം ലീഡർമാരായിട്ട് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ കണ്ടു. ഞാൻ അവരോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ പട്ടണത്തിലും ദൈവം നിങ്ങളെ ആക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ചുമതലകൾ നിങ്ങളെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രെയർ ലൈനിലുള്ള സഹോദരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവരെല്ലാം ഭംഗിയായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾ ഓരോ പട്ടണത്തിന് വേണ്ടിയൊക്കെ എന്നോട് ബ്രദർ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ടോ, അവിടെ വരുന്നുണ്ടോ, നിങ്ങൾ ഹോൾ അന്വേഷിക്കണം. നിങ്ങൾ അവിടെ ഹോളുകൾ അന്വേഷിക്കണം. അതിൻ്റെ ഫണ്ടൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. ബ്രദർ വന്ന് തപ്പത്തില്ല. ബ്രദറോ ബ്രദറിൻ്റെ കൂടെയുള്ളവരോ വന്ന് ഒന്നും തപ്പത്തില്ല. നിങ്ങൾ അന്വേഷിക്കണം. അതിനുവേണ്ടിയുള്ള അതിൻ്റെ റെൻറ്റോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഭാരപ്പെടണ്ട. നമുക്ക് നല്ല സൗകര്യം നമുക്ക് വേണം. കർത്താവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ പറയണം, നമുക്ക് കൂട്ടായ്മയുണ്ട്, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, അവിടെ വന്നാൽ യേശു നിങ്ങളെ തൊടും എന്ന് ധൈര്യത്തോടെ അവിടെ പറയണം. ബ്രദർ അല്ല, യേശു തൊടുമെന്ന് പറയണം. നമ്മൾ കണ്ടതല്ലേ പല പട്ടണത്തിലും എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തിയ ആ 4 പ്രാർത്ഥനകളും എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു. ആഗ്രഹമുണ്ടോ? പിന്നെയും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. നമ്മൾ ഒരിടത്ത് എല്ലാം ലൈവും കണ്ടു. ആമേൻ. ഇനി ലൈവ് കണ്ടിരിക്കാൻ പറ്റത്തില്ല. നേരിട്ട് ഏത് രാജ്യത്തിരുന്നാലും പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് അവിടെ പോകണം, കർത്താവ് വാഹനം തരുമെന്നേ, ദൈവം ഫ്ലൈറ്റ് ടിക്കറ്റ് തരുമെന്നേ, ദൈവം നന്മ തരുമെന്നേ, ദൈവം എല്ലാം ഒരുക്കും. മടി പിടിച്ചിരിക്കരുത്. മിഡിൽ ഈസ്റ്റിൽ കാണുന്നവർ നമ്മുടെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ദുബായിലുള്ളവർ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് കൂടാൻ പറ്റിയ ഒരു ഹോള് അന്വേഷിക്കുക. അതിൻ്റെ ഫണ്ട് ഓർത്തൊന്നും ഭാരപ്പെടേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടാൻ പറ്റുന്നതൊന്ന് ക്രമീകരിക്കുക. മിഡിൽ ഈസ്റ്റിലുള്ളവരൊന്ന് നിങ്ങൾ ആ ഗ്രൂപ്പുകളുമായിട്ട് കണക്റ്റഡ് ആയവരുണ്ട്. നിങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും, എനിക്ക് വന്നത് ഞാൻ തിരക്കിയ സമയത്ത് ഈ കുവൈറ്റിലോ മിഡിൽ ഈസ്റ്റിലോ വേറെ ഏത് രാജ്യത്ത് വെച്ചാലും എല്ലാവർക്കും വരാൻ കഴിയത്തില്ല. ദുബായിലോട്ട് എല്ലാവർക്കും വരാൻ പറ്റും. അപ്പം കർത്താവ് പ്രാർത്ഥിച്ചിട്ടൊരു പട്ടണം കാണിച്ചതാണ്. അപ്പം അതിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ, ഹൃദയത്തിൽ തോന്നുന്നവർ മാത്രമേ വരാവുള്ളൂ. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പം എല്ലാ ദിവസവും ഇത് പറയുന്നതിൻ്റെ കാരണം ഒരുങ്ങാൻ വേണ്ടിയാണ്. വലിയ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോവുക. വലിയ കാര്യങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന വലിയ പ്രവൃത്തികളാണ്. നിങ്ങൾ അതിശയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞൊരു കാര്യം, ഞെട്ടുന്ന രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തികൾ. ഞാനിത് കേട്ടപ്പോൾ വല്ലാതെ അങ്ങ് എക്സൈറ്റഡ് ആയി. ഞെട്ടിപ്പിക്കുന്ന ദൈവപ്രവർത്തികൾ ഞാൻ മാത്രമല്ല, നിങ്ങളിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു. അപ്പം ഞാൻ അത് കാണാൻ വേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഉറപ്പായിട്ടും നിങ്ങളിലൂടെ സംഭവം. അത് വെറുതെ അടങ്ങിയിരിക്കരുതേ. പുരയ്ക്കകത്ത് കയറിയിരുന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയിട്ട് അപ്പോസ്തല പ്രവൃത്തി കാണാൻ വേണ്ടി പോയി. യേശുവേ നന്ദി കർത്താവേ. ഞാനിത് കുരിശിങ്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോടൊരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിലെ തലമുറകളെ, അവരുടെ ഭാവിയെ അടച്ചു കളഞ്ഞിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുവാണ്, ഒന്നിൻ്റെ വഴി തുറന്നാൽ മറ്റൊന്നിൻ്റെ വഴി അടയുന്ന രീതിയിൽ തലമുറകളുടെ ഭാവിയെ മുഴുവൻ അടച്ചു വച്ചിരിക്കുന്ന കുരിശിങ്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൽ തലമുറകളുടെ വഴികളെ അടച്ച് ആ കുടുംബത്തെ പോലും ചിതറിക്കാൻ നോക്കുന്ന ചില പ്രവർത്തികൾ ഇന്ന് കുടുംബങ്ങൾ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറാൻ വേണ്ടി പോവാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ, യൂട്യൂബിൽ ലൈവിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് സ്വീകരിച്ചോണം. ആ ഭവനത്തിൻ്റെ കെട്ടുകളെ കർത്താവ് അഴിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇന്ന് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് സൂമിൽ ആ ഒരു ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് സൂമിലെ പ്ലാറ്റ്ഫോം ഓൺ ആക്കിയിട്ടിരിക്കുന്നത്, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. ആലോചന ഇടപെടുന്നവർ മാത്രം പറഞ്ഞു. ഒരു മിനിറ്റ്.
കേൾക്കുന്നില്ല സിസ്റ്ററെ? ഞങ്ങളുടെ രണ്ട് തലമുറകളുടെയും വഴി അടഞ്ഞ അവസ്ഥയിലാണ്. എന്റെ സ്വന്തം ഭവനത്തിലെ കുരിശിങ്കൽ എന്ന വീട്ടുപേര്. കുരിശുങ്ങൾ എത്ര ബ്രദറെ, വീട്ടുപേരല്ലേ? അതെ അതെ അതെ, രണ്ട് തലമുറയുടെയും അടഞ്ഞ അവസ്ഥയിലാ. ഇന്ന് ജോലി യേശുവിന്റെ നാമത്തിൽ കാര്യത്തിലാണേലും എന്റെ ഈ സിസ്റ്റർ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവോട് പറയുകയാണ്. ബിബിൻ എന്ന് പറയുന്ന ഒരു തലമുറ ഒരു വ്യക്തിയുമായിട്ട് തലമുറകളെ കർത്താവ് കൂട്ടിമുട്ടിക്കാൻ പോവാന്ന് പറയുന്നു. ആ പേരുമായിട്ട് മക്കളോട് ചോദിക്കുക, അതുമായിട്ട് ബന്ധമുള്ളത് ആരാണോ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വലിയ മഹത്വം ആ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഇപ്പം ഈ കുരിശിങ്കൽ എന്ന് പറഞ്ഞ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് മറ്റൊരു വാക്കുകൊണ്ട് പറയുകയാണ്. നവംബർ മാസവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി ആ ഭവനത്തിന്റെ അകത്തുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയും ആ വ്യക്തി മുഖാന്തരം ദൈവം ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാൻ സിസ്റ്ററെ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പൊ കൃപ അവിടെ തുറക്കട്ടെ. ദൈവ പ്രവൃത്തികൾ ആ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ പെരുകുന്നല്ലോ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ പെരുകുന്നല്ലോ. ആരാധന യേശുവേ, ആരാധന യേശുവേ. ദൈവാത്മാവിന്റെ ശക്തമേറിയ വാക്തത്വങ്ങൾ ആ ഭവനത്തിന്റെ മേൽ തുറന്നു വരട്ടെ. എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് കെട്ടുപോട്ടെ. സകല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ മറ്റൊരു ഭവനം, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, വേദനയുള്ളവര് നിങ്ങൾ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, യേശുവിന്റെ നാമത്തിൽ എന്താണോ നിങ്ങൾക്ക് കഴിയാത്തത് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ വേദനകൾ, രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ, മുഴകൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. ആ വേദനയുള്ള ഭാഗത്ത് സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിന്റെ രോഗം അനുഭവിച്ചതാ, യേശു ക്രിസ്തു എന്റെ വേദന അനുഭവിച്ചതാ, കർത്താവിന്റെ മുറിവ് എന്റെ അത്ഭുതമാ, യേശുവിന്റെ രോഗത്തെ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കടഭാരമുള്ളവർ പറ, കർത്താവ് എനിക്ക് വേണ്ടി പുതു വഴി തുറക്കാൻ വേണ്ടി പോവാ, ഞാനിന്ന് മിറക്കിൾ കാണാൻ വേണ്ടി പോവാണ്. ആകാശത്തു നിന്ന് മഞ്ഞ കൊഴിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ വലിയൊരു മഹത്വം ഞാൻ കാണുന്നു. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ദൈവം തുറക്കാൻ പോകുന്ന നന്മയ്ക്കായി സ്തുതിക്കുന്നു. 2 ആൺ തലമുറകളുള്ള കുടുംബമാണ് ഈ ക്രിസ്റ്റഫറിന്റെ ഭവനം. ആ ഭവനം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ ഇന്ന് മാറുകയാന്ന് പറയുന്നു. പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുകയെന്ന് പറയുന്നു. കർത്താവിന്റെ വലിയ സാക്ഷ്യമായിട്ട് സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ക്രിസ്റ്റഫറിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ഏറ്റെടുത്തു. കർത്താവിന്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ 2 തലമുറകളുടെയും പേര് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശു ക്രിസ്തു ഇന്നവരെ തൊടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭവനത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ ഒരു പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. കേൾക്കത്തില്ല, ക്ലിയർ അല്ല. അതുപോലെ തന്നെ കർത്താവ് എന്നെ ഈ ചെടികളുടെ മുമ്പിൽ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഒരു ചെടി, നമ്മൾ നേഴ്സറി എന്നൊക്കെ പറഞ്ഞ പോലെ ചെടികളുടെ ഒരു നേഴ്സറി പോലെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിപുലമായിട്ടല്ല എങ്കിൽ പോലും ചെറിയ ചെടികൾ പക്ഷെ അതൊരു വലിയൊരു ബിസിനസ് പോലെ കർത്താവ് അതിനെ മാറ്റുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശുവിന്റെ നാമത്തിൽ. അതിനു മുമ്പായിട്ട് ഞാൻ ആ ഒരു ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞ ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിന്റെ അധികാരം നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ വലിയൊരു സാക്ഷ്യമായിട്ട് ആ കുടുംബം മാറട്ടെ. കർത്താവിന്റെ കൃപ ആ കുടുംബത്തിന്റെ മേൽ ഇന്ന് പ്രവർത്തിക്കുന്നല്ലോ. സകല പിശാചുക്കളും ആ കുടുംബം വിട്ട് ഇറക്കി വിടുന്നു കർത്താവേ. കർത്താവിന്റെ കൃപ ആ ഭവനത്തിന്റെ മേൽ നിറയട്ടെ. ഇന്ന് ആ ഭവനം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുഭവിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിച്ചാട്ടെ. ഇപ്പോൾ തന്നെ കർത്താവേ, ദൈവരാജ്യത്തിന്റെ ശക്തി ആ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികൾ
കാര്യങ്ങൾ നീങ്ങട്ടെ. കർത്താവെ, ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് പറയുന്നു, 2 വർഷം പുറകോട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു മരണമുണ്ടായി. ആ മരിച്ച വ്യക്തിയുടെ ഫോട്ടോ ആ ഭവനത്തിൻ്റെ അകത്ത് വെക്കുമ്പോൾ തന്നെ ആ മരിച്ച വ്യക്തിയുടെ ഫോട്ടോയുടെ വലതുവശത്തായിട്ട് മറ്റൊരു മരിച്ചുപോയ വ്യക്തിയുടെ ഫോട്ടോയും കൂടെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കും, ഞാൻ എന്ത് ചെയ്യാനാ? ഈ അനാവശ്യമായിട്ട് നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവർ ഇപ്പം തന്നെ പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് വെക്കൂ. ഇത് പ്രാർത്ഥനയുടെ സമയമാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ തമാശ കളിക്കുന്ന സ്ഥലമല്ല, നിങ്ങൾക്ക് വർത്തമാനം പറയേണ്ട സ്ഥലമല്ല. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇരുന്നോണം. ഇത് കൂട്ടായ്മയാണ്. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ആലോചന വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന സമയമാണ്. കർത്താവ് നിങ്ങളോട് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളെ കർത്താവ് തൊട്ടാൽ നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു. വെറുതെ വന്ന് പ്രാർത്ഥന കൂടി പോകുന്ന പരിപാടിയല്ല. കർത്താവ് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സീരിയസ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ മ്യൂട്ട് മാറ്റിയിട്ടാകുന്നത്. ആലോചന ഇടപെടുന്നവർക്ക് പ്രതികരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ എനിക്ക് ഈ മ്യൂട്ട് ഇതൊന്ന് കൺട്രോൾ ചെയ്യുവാൻ ഒരാളെ എനിക്ക് ആവശ്യമാണ്. ഞാനത് പറയാം. കർത്താവിൻ്റെ നാമത്തിൽ വളരെ ക്ഷമയോടെ നിൽക്കുന്ന ഒരാൾ വേണം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല, ആളുകൾ പലവിധമാണ്. ഈ ആലോചനയിൽ ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരെ മ്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ക്ഷമയുള്ള ഒരാളെ എനിക്ക് ആവശ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഒരാൾ റെഡിയാകുക. കർത്താവ്, ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ കൃപ നിറയട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ആ ഒരു ദൈവദാസൻ എപ്പോഴും ഒരു കംഫർട്ടിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുക. ഡിസ്ട്രാക്ഷനിൽ നിന്ന് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ഒരു പ്രവചന ആലോചനയിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങളാണ് സഹായിക്കേണ്ടത്, നിങ്ങളാണ് ശുശ്രൂഷയിൽ കൈത്താങ്ങേണ്ടത്. കർത്താവെ, നന്ദി കർത്താവ്. മോശ ഇന്ന് കർത്താവിൻ്റെ അടുത്ത് ഇറങ്ങി വന്നപ്പോൾ മോശയെ ചൊടിപ്പിക്കുവാൻ വേണ്ടി താഴെ ജനം എന്ത് ചെയ്തു? വിഗ്രഹത്തെ ഉണ്ടാക്കി. അവർ ആ വിഗ്രഹത്തിന് മുമ്പിൽ തുള്ളിച്ചാടിയപ്പോൾ മോശയ്ക്ക് ദേഷ്യമുണ്ടായി. മോശ എന്ത് ചെയ്തു? ആ കൽപ്പലകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം താഴെ നിൽക്കുന്ന വിശ്വാസിക്ക് ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ഇറങ്ങി വരുന്ന ദൈവദാസനെ, ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ്റെ നിന്നും കർത്താവിൻ്റെ ആലോചന നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണം. ദൈവസന്നിധിയിൽ നിൽക്കുമ്പം ദൈവം അവിടെ ആരാണോ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത് അവരിലൂടെ കർത്താവ് സംസാരിക്കും. അതാണ് എപ്പോഴും പറഞ്ഞത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പിന്നീട് യൂട്യൂബിൽ കേട്ടാലും മതി. പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്തു. ബുദ്ധിമുട്ടുള്ളവരെല്ലാം ലെഫ്റ്റ് ചെയ്തു. യേശുവേ നന്ദി കർത്താവേ. എന്നാൽ എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രമേ നിൽക്കാനുള്ളൂ. ബാക്കി എല്ലാവരും പൊക്കും. ബാക്കി എല്ലാവരും നിങ്ങൾ ലെഫ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ സമയത്ത് കുടുംബത്തിൽ ഡിസ്ട്രാക്ഷൻ ഉള്ളവർ പിന്നീട് കേട്ടാൽ മതി. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു കാണുന്ന ഒരു കാഴ്ച. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് പണിതിട്ട് 6 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തൊരു വീട് പണിതിട്ട് ഇപ്പോഴും ആ വീട് പണിത നിമിത്തം മുതൽ ഒരു പ്രശ്നമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഭവനമായിരുന്നു. പക്ഷെ പല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കടഭാരം മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ അകത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളും എപ്പോഴും ബുദ്ധിമുട്ടുകളും എപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഈ വീട് പണി തുടങ്ങിയപ്പം മുതലുണ്ടായ ചില വിഷയങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഇനി അങ്ങനെ പറയണ്ട, ഇന്നു മുതൽ പറയുക, എൻ്റെ ഭവനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ് പറഞ്ഞു തുടങ്ങുക. കർത്താവ് ഭവനത്തിൻ്റെ മേൽ നന്മ തുറക്കും, സമാധാനത്തെ തുറക്കുമെന്ന് കർത്താവ് പറയാൻ വേണ്ടി പറയുന്നു. ആ ഭവനത്തിലുള്ള ആരാണോ എന്നെ കേൾക്കുന്നത്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ലിജോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവോട് പറയും. ലിജോമോൻ, ആ ലിജോമോനെ കർത്താവ് ആ കുടുംബത്തിൽ തൊടുന്നതായിട്ട് പറയുന്നു. ആ മകന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുകയും അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ആയുസ്സിനെയും കർത്താവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആ മോന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഈ കർത്താവ് ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ഏറ്റെടുത്തോണം. ദീർഘായുസ് കൊണ്ട് കർത്താവ് തൃപ്തി വരുത്താൻ വേണ്ടി പോവാണ്. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. ഞാനിങ്ങനെ ഒരു വാക്ക് കേൾക്കുവാണ്. ഒരു ഈ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന പോലൊരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയറൻസ് നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു പറയുന്നു.
യേശുവിന്റെ നാമത്തിൽ ഇത് ക്ലിയർ ആകട്ടെ. ആ പേപ്പർ വർക്കുകൾ ക്ലിയർ ആകട്ടെ. ആ ബ്ലോക്കുകൾ നീങ്ങട്ടെ. ആ ഡോക്യുമെന്റുകൾ ചലിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ കൃപ ഇന്ന് ഏത് സ്ഥലത്തായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, ഏത് നിയമ വ്യവസ്ഥയ്ക്കകത്തായിക്കോട്ടെ, ഇത് ക്ലിയർ ആകട്ടെ, സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിക്കുന്നപ്പ കർത്താവെ, അങ്ങ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവോട് പറയുകയാണ്. ആ വ്യക്തിയുടെ ജനന തീയതി എന്ന് പറഞ്ഞാൽ ഈ ജൂൺ മാസം 16 ജനിച്ച ഒരു വ്യക്തിയാണ്. ജൂൺ മാസം 16 ജനിച്ചിരിക്കുന്നത്. ആ 16 ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തി ആ ഒരു വീടിൻ്റെ അകത്ത് നടുക്ക് വശത്തായിട്ടുള്ള, അതായത് ഒരു ഭവനത്തിന്റെ നടുക്ക് വശത്തായിട്ടുള്ള ഒരു മുറിക്കകത്താണ് ആ വ്യക്തി താമസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ കാണുമ്പോൾ എല്ലാം വലിയൊരു ഭയപ്പാട് ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക് പല സമയങ്ങളിൽ കയറി വരും. വല്ലാത്തൊരു ആദി മനസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് അസ്വസ്ഥതപ്പെടുത്തുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തി ഇന്ന് സ്വീകരിച്ചോണം. കർത്താവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധ ആത്മാവേ, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പറഞ്ഞു. ഞങ്ങളുടെ മോളും ഡേറ്റ് ഓഫ് ബർത്ത്. ആ മോക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ആ മകളുടെ മാനസിക നിലയെ പോലും തെറ്റിക്കുവാൻ നോക്കുന്ന പിശാചിന്റെ മുഖങ്ങൾ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി തകരുകയാണ്. ഈ കർത്താവെ, ഇന്ന് കർത്താവിന്റെ വലിയ അത്ഭുതം ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. അപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് ഈ സമയം കർത്താവിന്റെ വലിയ കൃപ ഇന്ന് അവിടെ അനുവദിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി. കർത്താവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് കൃപ ഇന്ന് കുടുംബത്തിന് മേൽ നിറയട്ടെ. സകല പ്രതിസന്ധികളും മാറട്ടെ. സകല വിഷയങ്ങളും അത്ഭുതമായി തീരട്ടെ. ഇപ്പോൾ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, യാത്രകൾ കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. യേശുവിനാൽ തലമുറകളുടെ ഭാവിക്ക് മുടക്കം വന്നിരിക്കുന്നതെല്ലാം മാറിപ്പോവട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന യേശുവെ, സകല വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തികൾ അങ്ങ് അയക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചോട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നോട് വാക്ക് പറയുന്ന ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ആ കുടുംബത്തിന്റെ ഭാവിയെ ദൈവം തൊടുന്നു എന്ന് പറയുന്നു. ഞാൻ കാണുന്ന ചില സ്ഥലങ്ങളെ ദൈവം അവകാശമാക്കി തരാൻ വേണ്ടി പോവാണ്. സാക്ഷ്യങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവര് ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞ്, എൻ്റെ രോഗം യേശു വഹിച്ചതാണ്, എൻ്റെ വേദന യേശു ചുമന്നതാണ്, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവ് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയിരിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ കർത്താവിൻ്റെ കൃപ ഇന്നറിയട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം ഇന്നവിടെ നിറയട്ടെ. ഇപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ, അങ്ങ് വിടുവിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് അത്ഭുതത്തിന് ദൈവമാണല്ലോ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ, തിരുകൃപയാൽ സ്വർഗം സഹായിക്കുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അനാവശ്യമായിട്ടുള്ള സംസാരിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, താഴെ നിൽക്കുന്ന ജനമാണ് ഇറങ്ങി വരുന്ന മോശയെ അവരുടെ ശുശ്രൂഷയിൽ സഹായിക്കേണ്ടത്. മോശ വളരെ സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ കൽപ്പനയുമായിട്ട് ഇറങ്ങി വന്നപ്പം അത് എറിഞ്ഞു പൊട്ടിക്കാൻ തക്കതായ രീതിയിൽ മോശയുടെ സ്വഭാവത്തെ പോലും നിയന്ത്രിക്കാൻ താഴെയുള്ളവർക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുക. ഞാൻ പറഞ്ഞല്ലോ, വലിയ ദൈവശബ്ദം കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് പ്രവചനാത്മാവിലൂടെ ഇത്രത്തോളം നമ്മുടെ ഇടയിൽ കർത്താവ് സംസാരിക്കുന്നുള്ള
എന്നുള്ള നമുക്ക് തന്നെ അറിയാം, എന്തോരം കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് എത്ര മണിക്കൂർ നിങ്ങൾ തന്നെ അറിയാം, ഞാനിത് ദൈവത്തിൻ്റെ കൃപയാകട്ടോ, കർത്താവിൻ്റെ കൃപ. ഞാൻ ഇന്നലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ഇവിടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ മഹത്വമാണ് ഞാനീ പറയുന്നത്. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ നമുക്കിവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു UK-യിൽ. ഞാൻ ആകെ ഉറങ്ങിയത് ഏകദേശം 1 മണിക്കൂറില്ല 3/4 മണിക്കൂറോളം മാത്രം. ഇന്ന് നമ്മുടെ പ്രയർ സമയത്താണ് ഞാൻ പെട്ടെന്ന് എണീറ്റത്. അതുകൊണ്ടാണ് ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ബ്രദറെ ഇന്ന് പ്രയർ ഇല്ലെന്ന്. ഞാൻ അപ്പോഴാണ് കണ്ടത് തന്നെ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഒരു 3/4 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയുള്ളൂ എനിക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇന്നലെ വൈകിട്ട് മുതൽ ഈ ഒരു നിമിഷം വരെ ഉറങ്ങിയിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഇത്രത്തോളം ശുശ്രൂഷിക്കാൻ ദൈവം ശക്തി തന്നു. അപ്പം ഒന്നാലോചിച്ച് നോക്കിയാൽ, ദൈവം നമ്മുടെ ശരീരത്തെ ഇനിയും ദൈവം ബലപ്പെടുത്തുക. ഇനി എനിക്ക് സന്തോഷമുള്ളൂ, എത്ര മണിക്കൂർ നീണ്ടുപോയാലും ഇനിയും നിൽക്കാനുള്ളൊരു ബലം, ശരീരത്തിൻ്റെ ക്ഷീണം, ശാരീരികമായിട്ട് ക്ഷീണം ഉണ്ടെങ്കിൽ ദൈവം നിർത്തുന്നതാണ്. ഇന്നലെ മുതലുള്ള ഇതായിരുന്നു, ഇന്നാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പം ഞാനിത് പറഞ്ഞത് ഞാൻ വലിയ കാളായെന്നൊരു ആശയമല്ല, ഇത്രയും ഒരു എനർജി ദൈവം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്ന് ദൈവത്തിൻ്റെ വലിയ ആലോചന കേൾക്കണം. എനിക്ക് വലിയ ആഗ്രഹമാണ് മണിക്കൂറുകൾ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഈ ആലോചനയുടെ തലങ്ങളെ തുറക്കുവാനും. ഇതൊരു ലഹരി പോലെയാണ്, അനേകരുടെ ഹൃദയത്തെ ദൈവം തൊടുന്നത്, അവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതൊക്കെയും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ വരിക, അനാവശ്യമായിട്ടുള്ള ടോക്കുകൾ വഴി നമുക്ക് ഡിസ്ട്രാക്ഷനുകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരും കുഴപ്പക്കാരെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഡിസ്ട്രാക്ഷനുണ്ടാകും. എല്ലാം വരുമ്പോഴേ കർത്താവ് ഇന്ന് പ്രാർത്ഥന കഴിയുന്നത് വരെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകും. ഞാൻ എല്ലാത്തിനെയും യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കണം. എൻ്റെ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാക്കി തരണം. ഞങ്ങൾക്ക് ദൈവ ആലോചന കേൾക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. കർത്താവ് ശക്തീകരിക്കും, ദൈവം ബലപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങളെ കേൾക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. എനിക്കറിയാം സമയം ഇത്രയും ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് ഞാനും ഓർത്തതല്ല. നമ്മൾ ഏകദേശം 4 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥനയാണ്. 4 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ഇന്ത്യൻ സമയത്താണ്. 9 മുതൽ ഇപ്പോൾ എത്രയായി? 10:30 സമയമല്ലേ ഇന്ത്യൻ സമയം? 10:30 അല്ല, 11 മണി വരെ നമ്മൾ പോയി. 9 മുതൽ 11 മണി വരെ. ഒന്നാലോചിക്കും, ഇത്രയും സമയം ഇരുന്നു. ഇത്രയും സമയം പോയത് ദൈവം അറിഞ്ഞില്ല. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കമാകുന്ന സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പറയുക. നാളെ നമ്മുടെ പ്രാർത്ഥന ചിലപ്പം യൂട്യൂബിലായിരിക്കും, ചിലപ്പം ഇല്ലെങ്കിൽ സൂമിൽ തന്നെ ആയിരിക്കും. ദൈവം എങ്ങനെയാണോ ചിന്തിക്കുന്നത് നടക്കുന്നത് അതുപോലെ നടക്കട്ടെ. അപ്പോൾ അത് പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ, പ്രാർത്ഥന വിഷയങ്ങളല്ല, സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ കർത്താവ് എന്താണോ ചെയ്തത് അത് പറയുക. ഒരാൾ പറയുകയാണ്, ബ്രദറെ എന്നെ പറ്റിയാണ് സംസാരിച്ചെന്ന് പറയുമ്പം അതേ ആലോചന മറ്റൊരാൾക്കുണ്ടെങ്കിൽ അത് എന്നെ പറ്റിയാണ് ബ്രദറെ, എൻ്റെ കാര്യമാണ്, എടുത്തെടുത്ത് പറയരുത്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ എന്ന് പിന്നെ എടുത്ത് പറയണ്ട. നിങ്ങളത് ഏറ്റെടുത്താൽ മതി. ഒരാൾ പറയുമ്പോൾ പിന്നെയും പറയുമ്പോൾ മറ്റൊരാളുടെ അവസരങ്ങളോടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? കളയുവാണ്. അങ്ങനെ ചെയ്യരുതേ. പിന്നെ നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ ഞാനിപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് സ്ക്രീനിലേക്ക്. നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, പറയാൻ പറ്റാതെ എല്ലാ ദിവസവും നിങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കേണ്ട. മാക്സിമം ലൈവിൽ തന്നെ പറയാൻ ശ്രമിക്കുക. അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്, നേരിട്ട് കേൾക്കുന്നത്. അല്ല അങ്ങനെ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, അതും കൂടെ ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, ചുരുക്കം വാക്കുകളിൽ ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര കോട്ടയത്തും ഇതിലൊക്കെ നടന്ന മീറ്റിംഗ് ലൈവ് ഇവിടെയാണല്ലോ, ദുബായിലാണല്ലോ. അപ്പൊ അങ്ങനെ കേട്ടോണ്ടേ ഇപ്പൊ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ നമ്മുടെ ദുബായിലെ ഒരു ആരാധന. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഇത്, ഇവിടെ തന്നെ വരും ബ്രദർ ഇന്നലെ പറഞ്ഞല്ല ഇങ്ങനെ ഇവിടെ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം കണ്ടത്. പക്ഷെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. എന്തോ എന്റെ മനസ്സിൽ ഇന്ന് രാവിലെ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാവും, ഞായറാഴ്ച തന്നെ ആരാധിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്തോ തുള്ളി ചാടി ഇങ്ങനെ എന്തോ കൊച്ചു പിള്ളേര് സന്തോഷിക്കണ. പക്ഷെ എനിക്ക് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത് ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോ അതെനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയണേ. എന്റെ ജീവിതത്തിൽ ഇന്ന് പറഞ്ഞ ഓരോ വാക്തത്വങ്ങൾ, ഓരോ അത്ഭുതവും എന്റെ വീട്ടിലുള്ളതാണ്. കുരിശിങ്കല്, ക്രിസ്റ്റോഫർ, പിന്നെ ലിജോമോൻ, ഇതെല്ലാം ഓരോ ഭവനങ്ങളാ, എല്ലാം ഞങ്ങളുടെ സിസ്റ്റർമാരുടെ മക്കളും എന്റെ മക്കളുമാണ്. എല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. വലിയൊരു സാക്ഷി. എനിക്ക് ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ദുബായിലെ ആരാധന, ഇത് ഞായറാഴ്ച തന്നെ. അത് കേട്ടത് എനിക്ക് കൊച്ചു പിള്ളേരെ പോലെ സന്തോഷിക്കാനാ തോന്നണ ബ്രദർ. അത്ര ഭയങ്കര
ഒരു ഇതാണ്, വലിയൊരു തീർച്ചയായിട്ടും സാക്ഷ്യമാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് എല്ലാ കാര്യങ്ങളും അനുഗ്രഹം. നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഉള്ളവർ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ദൈവം നമ്മളെ രാജ്യങ്ങളിൽ ഉപയോഗിക്കും. ദൈവം എന്നെ അയക്കുന്നത് നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോ പട്ടണത്തിലും ഓരോ രാജ്യത്തിലും ഉള്ളവർ പ്രാർത്ഥിക്കുക. ദൈവത്താൽ നമുക്ക് ബലപ്പെടാം. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച പോലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ കൂടാൻ ബലപ്പെടാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ കൃപ വർദ്ധിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഗ്രീഷ്മ എന്ന് പറഞ്ഞത് എന്റെ മോളാ. ഗ്രീഷ്മ ഇപ്പൊ പറഞ്ഞില്ലേ പാസ്, ഗ്രീഷ്മ എന്ന് പറഞ്ഞത് എന്റെ മോളാ. ഇന്ന് ആ കുടുംബത്തെയും മകളെയും കർത്താവ് തൊടാൻ വേണ്ടി പോകട്ടോ. ദൈവം വലിയൊരു തടസ്സത്തെ എടുത്തു മാറ്റി കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തികളെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സഹായിക്കും കേട്ടോ. സാക്ഷ്യമുണ്ട്. പറഞ്ഞു. ഇരുട്ടിന്നാണ് പത്മിനിയ പറയുന്നത്. എറണാകുളം മീറ്റിങ്ങിന് വരാൻ വേണ്ടി ഒരു പൈസ എന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷെ തലശ്ശേരിയുള്ള ഒരു സഹോദരി എന്നെ വിളിച്ച് പിന്നെ വണ്ടിക്ക് ബുക്ക് ചെയ്ത് ശസ്ത്രകാഴ്ച കൊടുക്കാൻ പോലും പൈസയില്ല. എന്നാൽ ആ കർത്താവ് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ആ സഹോദരി അതിനും കൂടെ പൈസ തന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എറണാകുളത്ത് പ്രാർത്ഥന കൂടി. അതുപോലെ തന്നെ 14 വർഷമായിട്ടുള്ള ഇടതു ഭാഗത്ത് കഴുത്തിന്റെ വേദന ആ പ്രാർത്ഥനയിലും മാറി. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ആന്റി? എത്ര വർഷമായിട്ട്? 14 വർഷം. 14 വർഷമായിട്ട് എവിടെയായിരുന്നു വേദന? കഴുത്തിന് വേദന, കഴുത്തിന് വേദന. അത് വലിയൊരു അത്ഭുതം തന്നെ കേട്ടോ പ്രിയാമ്മച്ചു പറഞ്ഞത്. 14 വർഷമായിട്ടുണ്ടായിരുന്ന കഴുത്തിന് വേദന എവിടെ വെച്ചാ സൗഖ്യം? എറണാകുളത്ത് പ്രാർത്ഥനയ്ക്ക് വെച്ചോ? എറണാകുളത്ത് അവിടെയാ വന്ന പ്രാർത്ഥനയ്ക്ക്. പറയുന്നു. ഇവിടുന്ന് ഇരുട്ടിയോ? അതെ, ഇരുട്ടി എന്ന് പറഞ്ഞ കണ്ണൂരിന്ന് വന്നല്ലേ? കർത്താവ് വിശ്വസ്തന കേട്ടോ. ആന്റി പറഞ്ഞ പോലെ തന്നെ അത്രയും ദൂരെ നിന്ന് വണ്ടിക്കൂലി പോലും ഇല്ലായിരുന്നു. പക്ഷെ മറ്റൊരാളുടെ സഹായത്താലാണ് എത്തിയത്. പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. ദൈവം മാനിക്കുന്ന ദൈവമാണ്. അത്രയും വില കൊടുത്തു വന്ന് 14 വർഷമായിട്ടുണ്ടായിരുന്ന രോഗബന്ധനത്തെ യേശു സൗഖ്യമാക്കി. ഗോഡ് ബ്ലസ് യു. നാളെ മുതൽ വെറുതെ ഇരിക്കരുത്. അനേകയിടങ്ങളിൽ പോയിട്ട് ഇതുപോലെ രോഗിയായിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോണം. അവരോട് ചോദിക്കണം, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോണം. അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോകട്ടോ. അതിശയിക്കുന്ന പ്രവൃത്തികൾ. ഗോഡ് ബ്ലസ് യു ആന്റി. പറഞ്ഞു. ഞാനൊരു ബുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അയ്യാ സിസ്റ്റർ അടുത്ത് നമ്പർ കൊടുത്തിട്ട് പിന്നെ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി മുതൽ തന്നെ പ്രാർത്ഥിച്ചോണം. ഇനി ഓരോ ഭവനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പലതും വെളിപ്പെടുത്തും. അവരോട് പറയുക. അവരെ പേടിപ്പിക്കുകയല്ല. പിശാശു പറയാനല്ല, യേശുവിന്റെ സുവിശേഷം പറയുക. കർത്താവ് അനേക അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ സാക്ഷ്യമുണ്ട്, പറയട്ടെ? ബ്രദറെ, എന്റെ സഹോദരിക്ക് കിഡ്നി ഫെയിലായിട്ടൊരു 3 ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തില് പുള്ളിക്ക് സംസാരശേഷി അങ്ങ് നഷ്ടപ്പെട്ടതിലേക്ക്. ഇതിന്റെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ട്. കിഡ്നി അതല്ല, അതിനെ തൊട്ട് പല അസുഖങ്ങളുമായി സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണാനായിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ കുറെ സമയം ഇപ്പം സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ, തല ഉരുക്കി കാണിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ ഈ കിഡ്നിയുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വന്ന് പുതിയ കിഡ്നിയെ കിട്ടി. സംസാരശേഷി നഷ്ടപ്പെട്ട ഞാൻ പ്രാർത്ഥിച്ചു കർത്താവിന്. യേശു തിരുമുറിവിനാൽ സൗഖ്യം കിട്ടുന്നവർ പ്രാർത്ഥിച്ച് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ പയ്യെ ഇങ്ങനെ വിക്കി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വൈകിട്ടൊരു 5 മണി ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ സംസാരിച്ച് ആ സംസാരിച്ചുകൊണ്ട് നല്ലതായിട്ട് സംസാരിക്കുന്നു. നല്ല ഓർമ്മശക്തിയായിട്ട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ കേൾക്കാതെ പോകരുത്. പ്രീസ്റ്റ് പറഞ്ഞത് കിഡ്നിയുടെ ബുദ്ധിമുട്ട് കാരണം ആ വ്യക്തിയുടെ സിസ്റ്റർ ഒന്നും കൂടെ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ.
നോക്കിയേ, ഇവിടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയത് ആളാണ്. ഈ സഹോദരി എന്ത് ചെയ്തു? ആ ഭവനത്തിൽ പോയിട്ട് നമ്മളാണ് എന്ത് ചെയ്തതിനെ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞതിന്. പക്ഷേ അവിടെ പോയി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നാലോചിച്ച് നോക്കിയ, ബൈബിൾ പറയുന്നു, മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കുമെന്ന്. ദൈവരാജ്യത്തിന്റെ ശക്തിയാണ് പ്രിയ സിസ്റ്ററിലൂടെ ഇപ്പോൾ കണ്ടത്. അവിടെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകത്ത് തന്നെ ആ വ്യക്തി സംസാരിക്കുവാൻ തുടങ്ങി. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയതാണ്, അതെല്ലാം തിരികെ ലഭിച്ചു. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, അനുഗ്രഹത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരോട് സുവിശേഷം പറയണം, വെറുതെ ഇരിക്കരുത്. നിങ്ങളിലൂടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ ഞെട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഇനി കാണാൻ വേണ്ടി പോവാണ്. പെരയ്ക്കാതിരുന്നാൽ കാണത്തില്ല, പുറത്തിറങ്ങുക. വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അകത്തിരിക്കരുത്. സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞേക്കുന്നത് എന്തോ എന്തോ വർഷങ്ങളായിട്ട് ഒരു കാര്യം കൂടെ, ആ കരളിന്റെ അസുഖമുള്ളത് ഞാൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ആ വ്യക്തി ഇപ്പൊ ഇന്നും നല്ലതുപോലെ ഇരുമ്പടി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞത് അടുത്ത പ്രാവശ്യത്തെ പ്രാർത്ഥനയില് ഒരു മിനിറ്റ് സിസ്റ്ററെ, അടുത്ത പ്രാവശ്യം നിങ്ങൾ എവിടെ, നാട്ടിലെവിടെയായിരുന്നു? കേരളത്തിലെവിടെ? കായംകുളം. അടുത്ത പ്രാവശ്യം നടക്കുന്ന പ്രാർത്ഥനയിൽ ആ സഹോദരനെ കൊണ്ടുവരിക. വണ്ടിക്കൂലി എന്നോർത്ത് ഒന്നും ഭാരപ്പെടേണ്ട. ആ സഹോദരനെ കൊണ്ടുവരിക. എന്നിട്ട് പറയണേ, നമുക്ക് ആ സാക്ഷി ഒന്ന് കാണാൻ വേണ്ടിയാണ് കർത്താവ് സൗഖ്യമാക്കിയ ആ വ്യക്തികളെ കാണാൻ വേണ്ടിയാണ്. കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ളത് എന്താണോ അതൊക്കെ നമ്മൾ സൗകര്യങ്ങളെ ചെയ്യാൻ. കാര്യം അതൊക്കെ കാണുന്നത് തന്നെ ഒരു അതിശയമാണ്, സാക്ഷ്യമാണ് കേട്ടോ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യനെയും കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി അല്ലേ? അദ്ദേഹം ചർച്ചിൽ പോയി കഴിഞ്ഞ ഞായറാഴ്ച. ആമേൻ. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. അദ്ദേഹത്തെയൊക്കെ കാണണം. നമുക്ക് ഈ ദൈവം പ്രവർത്തിച്ചവരെയൊക്കെ കാണുന്നത് തന്നെ ഒരു അതിശയമാണ്. കർത്താവിന്റെ സ്പർശനം ലഭിച്ചതാണത്. നിങ്ങളെ അത് കർത്താവ് ഉപയോഗിച്ചത് വലിയ കാര്യമാണ്. ഇനി നിങ്ങളുടെ ആലോചിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രവൃത്തിയെ കാണാൻ പറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മോനെ, ഞാൻ ഇത്ര നാളും ട്രാക്ട് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് ആത്മധൈര്യം കിട്ടി ഭവനങ്ങളിൽ കയറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ ധൈര്യത്തോടു കൂടെ ഞാനും ഇനി അങ്ങ് ഇറങ്ങാൻ പോവുകയാ. തീർച്ചയായിട്ടും കർത്താവ് അനേക കുടുംബങ്ങളെ, തകർന്ന കുടുംബങ്ങളെ കർത്താവ് രക്ഷിക്കും. നിങ്ങൾ പറയാൻ റെഡിയായിരിക്കുക, കർത്താവ് പ്രവർത്തിക്കും. ഇത്രയും ഓർത്താൽ മതി. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ബ്രദർ, എനിക്കൊരു സാക്ഷി പറയാനുണ്ട് ബ്രദർ. എന്റെ പേര് ലിസി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാ സംസാരിക്കുന്നത്. എന്റെ വലത് ഷോൾഡറിൽ എനിക്ക് ഒരു 3-4 മാസമായിട്ട് അതീവ വേദന ഉണ്ടായിരുന്നു. ആ വേദന ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം എനിക്കത് എന്റെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് സൗഖ്യം വന്നു, പൂർണ്ണ സൗഖ്യം വന്നു. 3-4 മാസമായിട്ട് വേദനയായിരുന്നു സിസ്റ്ററെ? അതെ 3-4 മാസമായിട്ട് എന്താ ആ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞരമ്പും മസിലൊക്കെ കൂടി അങ്ങോട്ട് വലിച്ചിട്ട് കുറെ നേരത്തേക്ക് ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ ഒരു ദിവസം ബ്രദർ പ്രാർത്ഥിച്ചപ്പോ ഞാനും കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ആമേൻ, ആമേൻ. കർത്താവ് സൗഖ്യമാക്കി ഇറക്കുന്ന സിസ്റ്ററെ, അടുത്ത പ്രാവശ്യം നമുക്ക് എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കാണാം. ഈ സാക്ഷിയൊക്കെ പറയുന്നവരൊക്കെ നേരിട്ട് വന്നും കൂടെ പറയണം. കാര്യം ഇത് കാണുന്നത് ഒരു ബലമാണ്, ധൈര്യമാണ്. അടുത്ത ദിവസവും കർത്താവിന്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന വിശ്വാസത്തിന്റെ വർധനവാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സിസ്റ്റർ പറഞ്ഞത് തന്നെ 3-4 മാസമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. അത് പിന്നെ വർഷങ്ങൾ കൊണ്ട് വേദനയാക്കാനായിരിക്കും പിശാചിന്റെ ആഗ്രഹം. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ അത് സൗഖ്യമായി, കർത്താവിന്റെ നാമത്തിൽ അത്ഭുതമായി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തു. ആമേൻ. പറഞ്ഞു. കുറച്ച് മുന്നേ ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നു, ആക്സിസ് സർട്ടിഫിക്കറ്റിന് മേലുള്ള സകല തടസ്സങ്ങളെ മാറ്റുന്നത്. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം എന്റെ നേഴ്സിംഗിന്റെ രജിസ്ട്രേഷന് വേണ്ടി എന്റെ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി അത് സബ്മിറ്റ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ആക്സസ് ആകുന്നില്ല. അത് ഫോർബിഡൻ എന്നും പറഞ്ഞു വരുക. അപ്പം വേറൊരു വ്യക്തിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന്റെ പുറകെ നടക്കണം എന്നുള്ളതുകൊണ്ട് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട്, ആളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു ഇത് വരും. അപ്പൊ അതെനിക്കിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.
ചേച്ചി ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് വീണ്ടും അത് ട്രൈ ചെയ്തു. പേയ്മെന്റിന്റെ സമയം വന്നപ്പം വീണ്ടും ഇങ്ങനെ തന്നെ വന്നു ബ്രദറെ. അപ്പം ഇന്നിപ്പം ബ്രദർ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്മേലുള്ള സകല തടസ്സങ്ങളെയും കർത്താവ് എടുത്ത് മാറ്റുന്നു. അപ്പൊ ഞാൻ വിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. അപ്പം ബ്രദർ ഈ ഒരു വിഷയം പറഞ്ഞത് എനിക്ക് വേണ്ടിയുള്ള ഞാൻ കാര്യം എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചോളുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഇങ്ങനെ പറയണം, കർത്താവ് ഞാൻ ഇതിന്റെ അത്ഭുതം ഈ ദിവസങ്ങളിൽ തന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അത് സാക്ഷ്യം പറയാൻ കർത്താവ് ഇടയാക്കും. വലിയ അത്ഭുതമാക്കി കർത്താവ് മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദർ, എനിക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായിപ്പം എനിക്ക് പനി വന്നു, അങ്ങനെ ത്രോട്ട് പെയിൻ ഒക്കെ ആയിരുന്നു. എന്നിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഒട്ടും കുറയുന്നില്ലായിരുന്നു. അവസാനം ശബ്ദമെല്ലാം പോയി, ത്രോട്ടിന്റെ സൈഡിലെല്ലാം ഭയങ്കര സ്വെല്ലിംഗ് ഒക്കെ ആയി, അങ്ങനെ വീണ്ടും പോയി. അപ്പൊ ഞാനിപ്പോ ദുബായിലാണ്. അപ്പം വീണ്ടും ഹോസ്പിറ്റലിൽ ഇവിടെ ഒരു ക്ലിനിക്കിലാണ് പോയത്. അന്നേരം അപ്പം ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ ചെന്നപ്പം അവിടെ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു അത് ഡോക്ടർ ഒരു പ്രാവശ്യം കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ കൗണ്ട് വളരെ കൂടുതൽ, അതുകൊണ്ടൊന്ന് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് റിപ്പോർട്ട് കിട്ടി. അപ്പം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ഇതിന്റെ സീരിയസ്നെസ്. എന്ന് വെച്ചാൽ എന്റെ CRP ലെവൽ 179 ആയിരുന്നു അപ്പൊ അന്ന്. അപ്പം അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഡോക്ടർ അപ്പൊ തന്നെ ഒന്നുകിൽ നാട്ടിൽ വിട്ടു, എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ജോലിയില്ല, അപ്പം എനിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, അപ്പൊ ഇവിടെ ഭയങ്കര ചെലവാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ നാട്ടിൽ വിട്ടു, അല്ലെങ്കിൽ ഈ രാത്രി തന്നെ ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും ക്ലിനിക്കിൽ 100 എബോവ് വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞാൽ അതുവരെ ഉച്ചവരെ എനിക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോഴത്തേനും എന്റെ സൗണ്ടും ഓക്കെ ആയി. എന്നിട്ടാണെങ്കിൽ പിന്നെ എന്റെ ടെമ്പറേച്ചർ ഒക്കെ മാറി. അപ്പൊ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറയും, ഡോക്ടർ എനിക്കൊരു കുഴപ്പമില്ല, ശരിക്കും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ രാത്രി ആസ്റ്ററിൽ കൊണ്ടുപോയി. ആസ്റ്ററിലാണെങ്കിലും വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഞങ്ങള് ഹസ്ബൻഡ് പറഞ്ഞു നാളെ നോക്കട്ടെ, എന്നിട്ട് ഒന്നുകിൽ നാട്ടിൽ വിടാം, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ രാവിലെ എണീറ്റ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ബ്രദറിന്റെ ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതാണ്. അവന്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്. അപ്പൊ എനിക്ക് എന്തോന്നും ഞാനിപ്പോ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഇത് തന്നെ പറഞ്ഞു, കർത്താവ് ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്, മാത്രമല്ല എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവിന്റെ വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്റെ ആലയത്തെ നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗാണുവിനെ നശിപ്പിക്കാൻ നിനക്ക് പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും കിടന്നു. അത് കഴിഞ്ഞ് പിന്നാണെങ്കിൽ നാട്ടിൽ വിടുന്ന കാര്യമൊക്കെ നാട്ടിലെ ഡോക്ടറും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോയി നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് വായെന്ന് പറഞ്ഞു. 179 ഭയങ്കര കൂടുതലാണ്, ഇവിടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകും. അങ്ങനെ പിന്നെ വൈകിട്ട് ഞങ്ങള് ഇങ്ങനെ ഷാർജ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും നോക്കാമെന്നും പറഞ്ഞോണ്ട് പോയി, അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് പോയി. അവിടെ ചെന്നപ്പം ഞാൻ ഭയങ്കര കൂളായിട്ടാണ്, എന്ന് വെച്ചാൽ എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ അവരോടൊക്കെ പറയും എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുക. അവിടെ ചെന്നപ്പം ഡോക്ടറിനെ കാണിച്ചു. അതിനു മുമ്പ് ഇങ്ങനെ കഫ്സിംഗ് കോഫ് വരുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തല ഇറങ്ങി വീഴും. അങ്ങനെ ഞാനൊരു ദർശനം കണ്ടു, ഇങ്ങനെ ചെടികൾ പൊട്ടി മുളയ്ക്കുന്നു, കുറെ ചെടി, അങ്ങനെ അതിലേക്ക് ശക്തമായിട്ട് വെള്ളം വീഴുന്നു, അങ്ങനെ ഒരു ഇത് കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഉള്ളിൽ കേട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പൊ മുളയെടുക്കുക നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കേട്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അത്ഭുതം എന്ന് പറഞ്ഞാൽ തലേന്ന് വൈകിട്ട് 4 മണിയോടെ 179 ആയിരുന്നത് എന്റെ പിറ്റേ ദിവസം വെറും 75 CRP. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലിയൊരു ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന് വളരെ മഹത്വം എന്ന് വെച്ചാൽ വലിയൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഡോക്ടറും പറഞ്ഞു ഇവിടെ കണ്ടിട്ട് ഒരു കുഴപ്പവും ഇല്ല, ടെമ്പറേച്ചർ ഇല്ല, ആള് നല്ല ഫിറ്റാണ്, ആള് സന്തോഷിച്ച് ചിരിച്ച് നടക്കുന്നു, അപ്പൊ ഒരു കുഴപ്പവും ഇല്ല. ഒരു മുസ്ലിം ഡോക്ടറായിരുന്നു, അവർക്ക് തന്നെ അത്ഭുതം എന്നെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ നാട്ടിലോട്ട് വരേണ്ടി വന്നില്ല. പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും ഡോക്ടറിനെ കണ്ട് ബ്ലഡ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വെറും 4 ആയിട്ട് മാറി.
പ്രൈസ് ലോർഡ്. ഓ ദൈവത്തിന് സ്വോത്ര മഹത്വം സ്വോത്രം. ഉണ്ടായിരിക്കട്ടെ. ഇത് വലിയൊരു പ്രൈസ് ലോർഡ്. സാക്ഷ്യമാണ് ബ്രേസ് പറഞ്ഞത്. 175 നിന്നതിന്റെ അകത്ത് എനിക്ക് എന്റെ മെഡിക്കൽ ടേമുകൾ അറിയത്തില്ലെങ്കിലും കേട്ട ആ ഒരു സിസ്റ്റർ പറഞ്ഞു വെച്ചത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഡോക്ടർ വരെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോക്കോ അല്ലെങ്കിൽ അതിന്റെ കാര്യം ക്രമീകരിച്ചു എന്ന് പറയുന്ന രീതിയിൽ അത് സീരിയസ് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ സിസ്റ്റർ ഒരു വാക്ക് പറഞ്ഞ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, ഞാൻ യേശുവിൻ്റെ തിരുമുറിവിൽ അവകാശിയാന്നുള്ള അറിവ് അകത്തോട്ട് പ്രവേശിക്കുകയും അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് രോഗത്തോട് ഫൈറ്റ് ചെയ്തു. ഇന്ന് പറഞ്ഞു കേട്ടതുപോലെ തന്നെ അത് മുഴുവൻ സൗഖ്യമായി, ഒരു യാത്രയും ചെയ്യേണ്ടി വന്നില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സാക്ഷ്യമായി ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് അനേകർക്ക് സാക്ഷ്യത്തിനായിട്ട് പ്രിയ മകളെ കർത്താവ് ഉയർത്തിയല്ലോ, പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചല്ലോ. ഈ സാക്ഷിയൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കേണ്ടതാണ് സിസ്റ്ററെ. ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്ക് ഇതുപോലെ രോഗികളായി ഭാരപ്പെടുന്നവർ കേൾക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നതാണ്, അവർക്ക് അത്ഭുതത്തിന് വേണ്ടി ഒരുക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാനാണെങ്കിൽ പ്രശ്നം ബ്രദറെ, ഞാൻ ഒരു വർഷം കൊണ്ട് ഒരു നേഴ്സറിക്കായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു പാസ്റ്റർ. ഞാനാണെങ്കിൽ കൊല്ലത്തെ മീറ്റിംഗിൽ എൻ്റെ മോനുമായിട്ട് ഞാൻ അവിടെ വന്നു. പക്ഷെ എനിക്ക് സമയം അന്നേരം 6 മണിക്ക് മുമ്പ് അത് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് വീട്ടിൽ എത്താനും കുഞ്ഞുമായിട്ട് വന്നായിരുന്നു. എന്നാലും ബ്രദർ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ വിഷയം പറഞ്ഞായിരുന്നു. നിന്റെ അപ്പവും മാവ് ഒഴിക്കുന്ന കാലവും കൃഷിപുരയുടെ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആ വചനം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വർഷം കൊണ്ട് ഞാൻ ആലോചിച്ചിരുന്ന കൃഷി ഓഫീസിൽ ഞാൻ ഇതുകൊണ്ട് കൊടുത്തതാ ബ്രദറെ. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോ 10 മണിക്ക് ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കൃഷി ഓഫീസിൽ നിന്ന് എന്നെ ആ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, മോനുമായിട്ട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏപ്രിലിലേക്ക് ഇത് തരാനുള്ള ബഡ്ജറ്റ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് അത് ഏറ്റെടുക്കണം. എന്നാലും ദൈവം അവിടെ ആ വചനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങി. നന്ദി ദേവദാസ. അതിൻ്റെ കൂടി ഇന്നും നേഴ്സറിയുടെ കാര്യം ദേവദാസന് ഒരു ആലോചന പറഞ്ഞു. ഞാൻ ഇതെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നേഴ്സറിക്ക് വേണ്ടി ദേവദാസന് അനുഗ്രഹമാക്കുവാൻ ഗവൺമെന്റ് ഏറ്റെടുക്കണം, പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ബ്രീസ് പറഞ്ഞ പോലെ തന്നെ കൊട്ടയും അവൾക്ക് തൊട്ടിയും അനുഗ്രഹിക്കപ്പെടുന്നുള്ള വചനത്താൽ അവിടെ ഫലം കായ്ക്കുവാൻ കർത്താവ് ഇടയാക്കി. അന്ന് പിറ്റേ ദിവസം തന്നെ എൻ്റെ പേപ്പർ ചലിച്ചു. അപ്പം എന്ന് പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെറിയ കാര്യമല്ല, ബ്ലോക്കുകളെ കർത്താവ് എടുത്ത് മാറ്റുന്നതാണ് എന്ന് കേട്ടതുപോലെ തന്നെ അത് വലിയൊരു അനുഗ്രഹമായി ഇസ്രായേൽ ഇന്നും കർത്താവ് ഉറപ്പിച്ചതാണ്. ആ ചെടികളെ സംബന്ധിച്ചുമായിട്ട് വിഷയങ്ങൾ ദൈവം അത് അത്ഭുതമാക്കി മാറ്റും, ദൈവം സാക്ഷ്യമാക്കി മാറ്റും, വർധനവിനാൽ ദൈവം നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, മോൾക്ക് ജർമ്മനിയിൽ ഒരു എക്സാം ആയിരുന്നു. അപ്പം ഞാൻ അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് അജിത സിസ്റ്ററിന്റെ മെസ്സേജ് വന്നു, കർത്താവ് മോൾക്ക് ഉന്നത വിജയം നൽകുന്നു. അപ്പൊ മോള് ബുദ്ധിമുട്ടായിരുന്നു, ജർമ്മൻ ലാംഗ്വേജ് ആയിരുന്നു, പേടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ വൈകിട്ട് മോള് മെസ്സേജ് അയച്ചു, നല്ല എളുപ്പമായിരുന്നു എന്നും പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. നന്ദി കർത്താവ്. ഇന്ന് കൃപയാൽ ഇന്ന് അത്ഭുതകരമായി ദൈവം നടത്തിയല്ലോ. പ്രിയമക്കൾക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. ഇന്ന് എല്ലാ കഠിനമായ എല്ലാ രാജ്യത്തോട്ടും തലമുറകൾ വർദ്ധിക്കട്ടെ. അവിടെയൊക്കെയും പോയിട്ട് പറയണം, സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം എന്നവരോട് പറയണം. അവിടെ പോയിട്ട് വേറെ വഴിയിൽ നിൽക്കാനല്ല, കർത്താവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറയണം. കർത്താവ് അവരെ ഏറ്റവും സാക്ഷ്യമാക്കി മാറ്റും. ഇനിയും കർത്താവ് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞോ ബ്രദർ, കേക്കാവോ? പറഞ്ഞോ. ബ്രദർ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ വയനാട്ടിൽ 6 വർഷമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ജോലി ചെയ്യുവാണേ. ഹസ്ബൻഡ് എറണാകുളത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു. അപ്പം കഴിഞ്ഞ 2 months ആയിട്ട് ഞാൻ എറണാകുളത്ത് പലയിടത്തും പോയി അന്വേഷിച്ചു, പല മുനിസിപ്പാലിറ്റിയിലും പോയി അന്വേഷിച്ചു. അങ്ങനെ കിട്ടില്ല. അവസാനമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി ഒരു വേക്കൻസി ഉണ്ടോ, അങ്ങനെ ചെന്ന്, കാരണം എല്ലാ വഴികളും അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പൊ ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചാലും ആദ്യം പറയും വഴികൾ അടഞ്ഞടക്കുകയാണ്, തടസ്സം എന്നെ കേട്ട് ഞാൻ മടുത്തു. അങ്ങനെ പാസ്റ്ററെ മെസ്സേജ് കേൾക്കാൻ തുടങ്ങിയ ശേഷം വചനം പറയാൻ തുടങ്ങിയായിരുന്നേ. വചനം ഇങ്ങനെ പറയാം, അതൊന്നും എന്നെ ബാധിക്കാണ്ടായി. അങ്ങനെ അവസാനമായിട്ട് ഞാനൊരു മുനിസിപ്പാലിറ്റി അവിടെ ചെന്നപ്പം അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, അവിടെ ഓൾറെഡി സ്കൂളുണ്ട്, പക്ഷെ ടീച്ചർ ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഫണ്ട് വെച്ചിട്ടില്ല, ഞങ്ങൾ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഫ്രണ്ടില് അവിടെ പുറത്ത് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഏകവാങ്കിൽ നിന്ന് വരുന്നു എന്നും പറഞ്ഞ് ഈ വചനം തന്നെ ഞാൻ പറഞ്ഞു.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ചെയർപേഴ്സൺ വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ വയനാട്ടിൽ നിന്നാണ്, അപ്പം എനിക്കിങ്ങനെ ഇവിടെ കിട്ടിയാൽ കൊള്ളാം, ഇങ്ങനെ ഹസ്ബൻഡ് ഇവിടെയാണുള്ളത്, കുഞ്ഞുണ്ട്. അങ്ങനെ എൻ്റെ ഫുൾ ബയോഡാറ്റയും CV-യും എല്ലാം കൊടുത്ത് അവർ പറഞ്ഞു ഒരു മുൻ ചെയർപേഴ്സൺ ഉണ്ട്, അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കാണിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ടീച്ചർക്കായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായത് ആ ഒരു കരഞ്ഞ് ഞാനങ്ങനെ ഇരുന്നപ്പം എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ തക്ക സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തൻ്റെ ദൂതനയക്കുകയും അവിടുത്തെ കാര്യങ്ങള് എന്താ പറയാ, ഞാൻ പോലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി ഒരു വഴിയില്ല, കാരണം എല്ലാ വഴികളും ഞാൻ കുറേ സ്ഥലത്ത് പോയായിരുന്നു, ലാസ്റ്റത്തെ ആയിരുന്നു ഇത്. അപ്പൊ ഇനി ഒരു വഴിയും ഇല്ല എന്നുള്ളത്, തിരിച്ചു വരാം എന്നുള്ളൊരു ഓപ്ഷനിലായിരുന്നു ഞാൻ നിന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇതാക്കുകയും അവർ പറഞ്ഞു കൗൺസിലിംഗ് തീരുമാനിക്കാം. കൗൺസിലിംഗ് അങ്ങനെ അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷെ ആ ഡേറ്റ് ഫെബ്രുവരി 28 എനിക്ക് പറയാനായിരുന്നു പറഞ്ഞു. പക്ഷെ ഡേറ്റ് നീണ്ടി പോയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും പ്രതികൂലങ്ങളാണല്ലോ, പിന്നെയും ഞാൻ പാമ്പിനും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചട്ടങ്ങളും കർത്താവ് എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ വചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ വചനം ഈ വചനം ഏറ്റെടുത്ത് അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ 10-ാം തീയതി അവരെന്നെ അംഗീകരിച്ചെന്നുള്ള ലെറ്റർ എനിക്ക് തന്നു. ഇനിയിപ്പോ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി. ഞാൻ പോലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ഇത് വലിയൊരു സാക്ഷ്യത്തിനാണ് സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ നേരത്തെ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരെല്ലാം പറഞ്ഞ് ബന്ധനമാണ് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, തടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. യെസ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ നല്ല സുവിശേഷം കേൾക്കുക. ഇവിടെ മാത്രം നല്ല പറഞ്ഞത് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, പലരും പറഞ്ഞ് തടസ്സമാണ്, പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ സത്യവചനം കേട്ട വചനം എങ്ങനെ ഉപയോഗിക്കണം കണ്ടോ. അവർ വേക്കൻസി ഇല്ല ആലോചിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ സഹായം കണ്ടോ, വചനം കൊണ്ട് തുറക്കുവാണ് ഡോറുകളെ. അവിടെ ഇരുന്നുകൊണ്ട് തടസ്സമാണെന്നല്ല പറഞ്ഞത്. കർത്താവ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അങ്ങനെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ പറഞ്ഞോളൂ ഞങ്ങൾ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കണക്ഷൻ കർത്താവ് തരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സത്യവചനത്തിൻ്റെ ശക്തി. അത് കേൾക്കുമ്പോൾ ബന്ധനമല്ല, അവിടെ അത്ഭുതമാണ്. പ്രിയസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നാളുകളായി ഭാരപ്പെട്ട വിഷയമാണ്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് തടസ്സങ്ങളെ നീക്കുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഇന്നൊരു സാക്ഷ്യമായിട്ട് പ്രിയമകളെ കർത്താവ് നിർത്തി. ഇത് വലിയൊരു അത്ഭുതമാണ്. ഇസ്രായേലിനെ എറണാകുളത്തേക്കാണ് വരുന്നത്. അതെ പ്രാർത്ഥിക്കുക. എറണാകുളം പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ വലിയൊരു അതിശയകരമായിട്ട് കർത്താവെ ഞങ്ങളൊരു സാക്ഷ്യമായി തീരുമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഇനിയും കാണാം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോ, ബാക്കി നമുക്ക് നാളെ സാക്ഷ്യങ്ങൾ കേൾക്കാവേ. പെട്ടെന്ന് പറഞ്ഞു. സാക്ഷിയെ പറയാൻ പറ്റുന്നില്ല ബ്രദറെ. പറഞ്ഞു ബ്രദറെ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ബ്രദർ, എനിക്ക് 3 മാസം മുമ്പ് ഒരു ശത്രു ഇങ്ങനെ കളിയാക്കിക്കൊണ്ടും ഇതായിക്കൊണ്ടും ഒരു പരിധിയില്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബ്രദറിനെ വിളിച്ചു. ബ്രദർ പറഞ്ഞു ഒരു വചനം പറഞ്ഞു, പാമ്പിന്റെ പേരും ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോ ആ ശത്രു തന്നെ അവിടെ ഓടിപ്പോയി ബ്രദറെ. നന്ദി കർത്താവ്. ഇന്ന് നമുക്ക് എതിർക്കുന്ന സകല ശത്രുക്കളെയും എനിക്കൊരു വീട് നോക്കി ഒന്നും ശരിയില്ലാതെ ഞാൻ ഇങ്ങനെ എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു പറഞ്ഞു. നല്ലൊരു ഭവനം വാടക, കൂടുതൽ വാടകയാണ്, 8,000 രൂപ വാടകയാണ്. എന്നാലും നല്ലൊരു ഭവനം എനിക്ക് കർത്താവ് വഴിയൊരുക്കി തന്നു. അത് ബെഥസ്ദ പോലെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ആലയമാണ്, യേശുവിന്റെ ആലയമാണ്. ഇതേ ഒരു ഭവനം എനിക്ക് സ്വന്തമായിട്ട് തരണം പറഞ്ഞിട്ടുണ്ട്. ബ്രദറെ, എനിക്ക് ഇനിയൊരു മനസ്സിന് വലിയ വിഷമമുള്ള എന്റെ സ്വന്തം സഹോദരിയുടെ മോൻ എല്ലാരെയും എതിർക്കണു. വീട്ടുകാരനെയും ഭാര്യനെയും മാത്രം സ്നേഹിക്കണു, ബാക്കി എല്ലാവരിനെയും എതിർക്കണു. അതിന് എന്താ വചനം പറയേണ്ടത് ബ്രദറെ? ഇനി ആ വചനം തന്നെ പറഞ്ഞു ആട്ടിക്ക്, ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വചനം പറയുക. കർത്താവ് അതിൻ്റെ മേൽ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കും. വലിയ അത്ഭുതങ്ങളാൽ കർത്താവ് നിറയ്ക്കാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു നാട്ടിൽ നല്ല സമയമായി. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യം വളരെ സങ്കടത്തോടെ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. കാര്യം എനിക്ക് മുന്നോട്ടത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ പറയാതിരിക്കരുത്. തുടർച്ചയായിട്ട് നമുക്ക് പിന്നെയും സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ഞാൻ നമ്മുടെ ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി പിന്നെയും ഒന്ന് പറയുവാണ്.
ഈ സാക്ഷ്യം കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ്. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 സൂമിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. ഈ അത്ഭുത സാക്ഷ്യങ്ങൾ, വചനത്തിൻ്റെ തിരിച്ചറിവുകൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന ആലോചനകളെ കർത്താവ് തുറക്കുന്നു. നിങ്ങൾക്ക് അതിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ കമൻറ്റ് ബോക്സിലോ ഈ പ്രാർത്ഥനകളുടെ ലിങ്കുകളെ കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളിൽ പ്രവേശിക്കുവാൻ കാണാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ